ശ്രേഷ്ഠരായ വിശുദ്ധന്മാരുടെയും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെയും പ്രാർത്ഥനയും ആശീർവാദങ്ങളും യാചിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെ വചനധ്യാനത്തിലേക്ക് ഞാൻ മുൻപോട്ട് നീങ്ങുകയാണ്. Beseeching your prayers and well as your blessings of all the servants of the Lord, as well as the redeemed ones who are seated over here, let me start at the gospel meetings of this week. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായി വായിക്കാം. The book of Revelation chapter 12 verse 1 to 5. സ്വർഗ്ഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗ്ഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Praise be to the name of the Lord. സുദീർഘങ്ങളായ സൂക്തങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. We have read a long and a lengthy verses of the scripture. ഈ 3 ദിവസങ്ങളിലും ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് സുവിശേഷ സത്യങ്ങളെ ഈ ദേശത്തോട് പ്രസ്താവിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. And standing on these verses, we would like to give the gospel meetings and gospel sermons these days. ഇത് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ സാധാരണ ഒരു സുവിശേഷ യോഗമായി നിങ്ങൾ ചിന്തിക്കരുത്. As I have reminded you earlier itself, this is not an ordinary gospel ഈ meeting. ദിവസങ്ങളിൽ വലിയൊരു അനുഗ്രഹം ഈ ദേശത്തിന്റെ മേലും ഇവിടെ കൂടി വരുന്നവരുടെ മേലും ദൈവം പകരും. And the Lord shall shed upon great blessings upon the people who gather over here and upon this land too. അതുകൊണ്ട് ഇന്ന് വന്നവരിൽ ഒട്ടുമുക്കാലും ദൈവമക്കൾ നാളെയും വന്നു ചേരണം. Therefore, those who have gathered over here, almost every one of you should gather tomorrow too. ഈ സത്യങ്ങളൊക്കെ പഠിക്കാതിരിക്കാൻ തക്കവണ്ണം ശത്രു നിങ്ങളെ തടയാൻ സാധ്യതയുണ്ട്. Because the adversary may try to hinder you from learning these truths. സാധാരണ നമ്മുടെ സുവിശേഷ യോഗങ്ങളുടെ പതിവ് എന്താണെന്ന് ചോദിച്ചാൽ, If we look upon the trend of our gospel meetings, ഞായറാഴ്ച എല്ലാവരും കൂടെ വരും, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊന്നും ആളുകളെ കാണത്തില്ല. Sunday everyone would gather, but Monday and Tuesday there wouldn't be anyone. കേവലം ഒരു ചടങ്ങായിട്ട് ആത്മീക ജീവിതം അതപ്പതിച്ചു പോയിക്കൂടാ. Our spiritual life should not be like a tradition or a vain practice. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. The Pentecost is a power and an experience. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു അനുഭവം കൂടെയാണ്. Pentecost is an experience too. ആകയാൽ ഈ അനുഭവങ്ങൾ ഈ ദേശത്ത് വെളിപ്പെടണമെങ്കിൽ നാം ഒന്നായി കൂടി വന്ന് ഈ വേലയുടെ പ്രാരംഭ ദിവസങ്ങളിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. Therefore, if this experience is to be revealed in this land, we have to gather in His presence in this initial days of the ministry and pray for it. അതുകൊണ്ട് നാളെയും ഇത്രയും പേർ തന്നെ വന്നു ചേരണം. Therefore, tomorrow too, this great congregation should gather here. അതെ, നാളെ ഈ ഇരിക്കുന്ന എല്ലാവരെയും ഈ പന്തലിന് കീഴിൽ കൊണ്ടുവരണം. Lord should bring all the people who are seated over here to come tomorrow. നാളെ ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ ആരും സ്വസ്ഥമായി ഭവനത്തിൽ ഇരിക്കാൻ അനുവദിക്കരുത്. When the meetings are going to be held tomorrow, no one should stay back in their homes with peace. അതിനായി കൂടെ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. For that also shall we lift up our hands and praise the Lord. ഉയർത്തപ്പെട്ട കരങ്ങളൊക്കെ നാളെ ഇവിടെ കാണണം. All these lifted hands should be seen tomorrow. കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. May the Lord help. Shall we praise the Lord? പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഈ വേലയുടെ പ്രാരംഭ നാളുകളിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിത്തം, dear children of the Lord, because we have come to His presence in the initial days of this ministry, നമ്മുടെ ഈ ആത്മീയ അനുഭവങ്ങളൊക്കെ കൊണ്ട് ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, seeing our spiritual experience, if one soul is being saved, അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ദൈവം തരും. surely the reward shall be given to each and every one of you. ഒരാത്മാവിന്റെ വില മുഴു ലോകത്തെക്കാളും വിലയേറിയതാണ്. Because the price of a soul is greater than the entire world. ഈ വേല ഈ ദേശത്ത് ആരംഭിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? What is the purpose behind this ministry started in this land? കർത്താവ് സ്നേഹിക്കുന്ന അനേക ആത്മാക്കൾ ഈ ദേശത്തുണ്ട്. There are many souls in this land which the God loves. ഈ തന്നിത്തോടുള്ളത് ദേശനിവാസികൾ വളരെ മാന്യരായ മനുഷ്യരാണെന്നാണ് ഞാൻ കേട്ടത്. I have heard that the people living in this Tannithod are honorable men. അതുകൊണ്ട് ഈ ദേശത്തുള്ള മാന്യരായ ദൈവമക്കളെല്ലാം ദൈവം രക്ഷിച്ച് സത്യത്തിലേക്ക് കൊണ്ടുവരണം. Therefore the Lord shall save all the honorable people in this land and bring them to the truth. ഈ ദേശത്തുള്ളവരാരും കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകരുത്. No man shall be left back in the coming of the Lord. നമ്മോടൊപ്പം ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ദൈവമക്കൾ കർത്താവിന്റെ വരവിനായി
ഒരുക്കപ്പെടണം. Along with us, a group of people from this land should be prepared for the coming of the Lord. അതിനുവേണ്ടിയാണ് ഈ കൂട്ടായ്മ ഇവിടെ ആരംഭിച്ചത്. And for that same cause as this ministry has been started. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതോടെ അസ്തമിക്കുകയല്ല. The ministry is not winding up over here. തണ്ണിത്തോടുള്ള ദൈവമക്കൾ 3 ദിവസം സുവിശേഷ മീറ്റിംഗും ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. And the believers of Tannithod should not go back resting in their homes because of the gospel meetings and the home dedication. അടുത്ത ആഴ്ച മുതൽ ദേശത്ത് ശക്തമായി ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യണം. From next week onwards, a great work of the Lord should be done in this land. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തികളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. The scriptures remind that as long as the day is, you shall do the works of the one who has sent you. അങ്ങനെയെങ്കിൽ അനേക ആത്മാക്കളെ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. If then be, great souls shall be raised up from this land. ഈ ദേശം സമാധാനം കൊണ്ട് നിറയും. And this land shall be filled with peace. ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. And the glory of the Lord shall be revealed in this land. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മുടെ സന്ദേശം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല. And if I continue like this, we cannot complete our sermon. ആകയാൽ നാം ചിന്തിച്ച വേദവാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. Therefore, let us bring our concentration to the scripture portion which we have read right now. തിരുവെഴുത്തുകളിലെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. One among the most important books in the Holy Scriptures is the book of Revelation. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ When we study about the book of Revelation, ഇത് തിരുവെഴുത്തുകളിലെ അവസാനത്തെ പുസ്തകമാണ്. it is the final book of the Holy Scriptures. ഇതിന്റെ ചില മുഖപുരകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം സുപരിചിതമായ കാര്യങ്ങൾ തന്നെയെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു വിടുകയാണ്. Although these things are familiar to you, let me bring about the introduction of this book. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. This book of Revelation is filled with lots of blessings. ഇത് വായിക്കുവാനും പഠിക്കുവാനും ദുഷ്ടനായ സാത്താൻ ആരെയും അനുവദിക്കത്തില്ല. And the wicked Satan would not let you to read and understand the scriptures within. ആകയാൽ ഈ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, and these days when the children of the Lord pray in the Spirit, ദൈവത്തിന്റെ ആലോചന ശക്തമായി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും. the counsel of the Lord shall be revealed mightily in our midst. ഈ മീറ്റിംഗിനെ കുറിച്ച് വിശുദ്ധന്മാർ എന്നെ അറിയിച്ചപ്പോൾ, when the servants of the Lord, the saints of the Lord reminded me about this meeting, എന്താണ് ഞാൻ ഇവിടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കേണ്ട ദൈവത്തിന്റെ പ്രാർത്ഥനയോടെയായിരുന്നു. I was in his presence with prayers seeking for the counsel of the Lord. കർത്താവ് എന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെട്ടു. And the Spirit of the Lord dealt with me likewise. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭയെ കുറിച്ച് പ്രസ്താവിക്കണം. Revelation chapter 12 speaks about the church of the Lord and he should proceed about it. വെളിപ്പാട് പുസ്തകം ആഴമായ ആത്മീക സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകമാണ്. The book of Revelation is the book which has a deeper truth which is included by the Holy Ghost. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. It is the one and only prophetical book in the New Testament. 404 വാക്യങ്ങൾ 22 അധ്യായങ്ങളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നു. The Holy Spirit has arranged this book with 22 chapters and 404 verses. വെളിപ്പാട് പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ, when we study the book of Revelation, ചരിത്രത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വലിയ സംഭവങ്ങൾ ഇതിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. many things have been mentioned which shall be fulfilled in the times of history. AD 95 in the AD 95 പത്മോസിൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ഉണ്ടായ സ്വർഗീയ ദർശനമാണ് വെളിപ്പാട് പുസ്തകമായി നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. This book, the book of Revelation, is the heavenly vision which was given unto Saint Paul who was in the Isle of Patmos. വെളിപ്പാട് എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ അപ്പോകാലിപ്സിസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And the word revelation in Greek is apocalypsis. ആരുടെയും ശ്രദ്ധ മാറിപ്പോകരുത്. No one's attention should be deviated. ഇന്ന് രാത്രികാലം പിശാച് നിന്റെ ശ്രദ്ധയെ തിരിക്കുവാൻ സാധ്യതയുണ്ട്. There is a chance that the Satan can hinder or change away your attention. കാരണം ഈ മെസ്സേജ് മുൻപോട്ട് പോകുമ്പോൾ, because if this message is proceeding further, ദൈവത്തിന്റെ കരം നിന്നെ തൊടുവാൻ ഇടയായി തീരും. the hand of the Lord shall surely touch you. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ പുതുപ്പിക്കുവാൻ ഇടയായി തീരും. And the Holy Ghost shall surely renew your life. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുക്കം ഈ വർഷത്തിന്റെ ആരംഭ സമയങ്ങൾ ദൈവം നിനക്ക് തരും. And the Lord shall give you a renewal in your spiritual realm in the beginning days of this year. നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ക്ഷീണിച്ച അവസ്ഥകളെ ദൈവം മാറ്റും. And the tired state of your spiritual walk shall be renewed. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. Surely the Spirit of the Lord is in our midst. ഇന്ന് അനേകരെ ദൈവം തൊടുന്ന രാത്രിയാണ്. And this night is the night when the Lord shall touch many of you. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Those who believe shall lift up your hands and shout a hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മുടെ മധ്യത്തിൽ വ്യാപിക്കൊണ്ടിരിക്കുകയാണ്. Even in the beginning moments of this meeting, the Holy Ghost is working in our midst. ഗ്രീക്കിൽ അപ്പോകാലിപ്സിസ് എന്ന് പറയുമ്പോൾ, when the word Greek apocalypsis is mentioned, എഫെസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അതിനൊരു വിവരണം കൊടുക്കുകയാണ്. Saint Paul is giving a definition for it in Ephesians chapter 3 and verse 5. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. Ephesians chapter 3 and verse 5. ആ മർമ്മം
ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും ആ മർമ്മം ഇപ്പോഴവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്കറിവായി വന്നിരുന്നില്ല. And hereby now the revelation has been made known unto me as the mystery. When we read, ye may understand my knowledge in the mystery of Christ, which in other ages was not made known. അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞാൽ, when we say the word apocalypsis, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം മറനീക്കി വെളിപ്പെടുത്തുന്നതിനെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. The word refers to the mystery which was once hidden in the ages and in the generations, which has been revealed it to us now. ആകയാൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലന്, therefore Saint John, പത്മോസ് ദ്വീപിൽ ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. the Lord is giving a vision unto him in the Isle of Patmos. വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗങ്ങളായി തിരിച്ചു നമുക്ക് പഠിക്കുവാൻ കഴിയും. And we can study the book of Revelation into 3 portions. ഒന്ന് ഭൂതകാല സംഭവങ്ങൾ അഥവാ സംഭവിച്ചു കഴിഞ്ഞവ. One are the past things or the things which have already been fulfilled. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്ന് പറയുന്നത് ഭൂതകാല സംഭവങ്ങളാണ്, ചരിത്രകാല സംഭവങ്ങളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞകാല അനുഭവങ്ങളാണ്. And the first chapter of the book of Revelation is the historical events or the things which have been fulfilled in the past. 2-3 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ, when we study the second and the third chapter, അത് വർത്തമാനകാല സംഭവങ്ങൾ അല്ലെങ്കിൽ സഭായുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. these are the things which are happening today, or these are the things which are happening in the dispensation of the church. 4 മുതലുള്ള അധ്യായങ്ങളിൽ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ, and when we learn about the chapter 4 to 22, മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. the spirit of the Lord is revealing about the things which are yet to happen. AD 64 in the AD 64, ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത്, in the reign of Emperor Nero, ക്രൈസ്തവ സഭ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി. the Christian church went through great persecution. ഏകദേശം 40,000-ഓളം ക്രിസ്ത്യാനികൾ കൊന്നു മുടിക്കപ്പെട്ടു. around 40,000 Christians were persecuted. അവരെല്ലാം വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചു. and for the sake of faith they all died as martyrs. നീറോ ചക്രവർത്തിയുടെ കിരാതമായ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന അനേക ഭക്തന്മാരുണ്ടായിരുന്നു. there were many godly men who were oppressed under the cruel reign of the Emperor Nero. മാത്രമല്ല, not only that, AD 80 മുതൽ 96 വരെ ഭരിച്ച ഡൊമീഷ്യൻ, and Domitian, who ruled from AD 80 to AD 96, ക്രിസ്ത്യാനികളെയും ക്രൈസ്തവ സമൂഹത്തെയും ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു നീക്കുവാനുള്ള അക്ഷീണ പരിശ്രമം നടത്തിയ വ്യക്തിയായിരുന്നു. he was a man who tirelessly worked to eradicate the entire Christianity from the face of the world. റോമൻ ചക്രവർത്തിയെ വണങ്ങണമെന്നുള്ള കൽപ്പന അനുസരിക്കാത്ത സകല മനുഷ്യരെയും കഠിനമായി പീഡിപ്പിച്ചിരുന്ന കാലയളവായിരുന്നു അത്. it was the period when any person who would not obey the decree to worship or bow before the Roman emperor shall be persecuted. അങ്ങനെ വിശുദ്ധ യോഹന്നാനും ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ പിടിക്കപ്പെട്ടു. and Saint John was also caught by the Emperor Domitian. ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം വരുത്തുവാൻ, in order to eradicate the Christian community, അവർ അക്ഷീണ പരിശ്രമം ഡൊമീഷ്യൻ ചക്രവർത്തി കഴിച്ചു. the Domitian emperor was doing tireless works. യോഹന്നാൻ അപ്പോസ്തലൻ പിടിക്കപ്പെട്ടു. and Saint John was caught by him. തന്നെ എങ്ങനെ വധിക്കണമെന്നുള്ള തന്റെ ബുദ്ധി ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. and his brains worked in a way to eradicate him or to kill him. ചരിത്രം പറയുന്നു തിളച്ച എണ്ണയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞുവെന്നാണ്. the history says that he was cast into the boiling oil. എന്നാൽ അവിടെ ഒരു വലിയ സംഭവം നടന്നു. but then a great incident happened over there. നമ്മുടെ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബൈബിൾ ചരിത്രങ്ങളിൽ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. though it is not mentioned in the Bible, it is mentioned in the historical records. വിശുദ്ധ യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലേക്ക് എറിഞ്ഞപ്പോൾ, when Domitian cast Saint John into the boiling oil, എണ്ണ തണുത്തുപോയി എന്നാണ് അവിടെ പറയുന്നത്. it is said that the oil became wax cold. ഇത് കണ്ട ഡൊമീഷ്യൻ ചക്രവർത്തി ഭയപ്പെട്ടു. and seeing this, Domitian became frightened. ഇത്തരണത്തിൽ ദൈവത്തിന്റെ ആലോചന ഞാൻ ദൈവത്തിന്റെ ജനത്തെ അറിയിക്കട്ടെ. this moment let me reveal the counsel of the Lord unto this people. നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെങ്കിൽ, if there is certain plans concerning you by God, അതൊരു ശക്തിക്കും വ്യക്തിക്കും തകർക്കുവാൻ കഴിയുന്നതല്ല. no power or man can destroy or hinder that plans of you. ദൈവത്തിന്റെ വേലയെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെങ്കിൽ, if there is a plan concerning the ministry of the Lord, അതൊരു ശക്തിക്കും തകർക്കാൻ കഴിയുന്നതല്ല. no power can destroy that work. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുന്നതല്ല. no power can destroy that ministry. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു once Christ Jesus, പീലാത്തോസിന്റെ മുമ്പിൽ നിന്നു. he was standing before Pilate. പീലാത്തോസ് തന്നെ ന്യായവിധിക്ക് വിസ്തരിക്കുകയാണ്. and Pilate was judging him. യേശുക്രിസ്തു മൗനമായി നിൽക്കുന്നത് കണ്ടപ്പോൾ, and when he saw that Jesus Christ was silent over there, പീലാത്തോസ് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം പറഞ്ഞു, Pilate was asking unto Jesus, നിന്നെ കൊല്ലുവാനും വിട്ടയക്കുവാനും എനിക്ക്
എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? Don't you know that I have the authority to kill or to set you free? അപ്പോൾ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, Then Jesus Christ replied likewise, എന്റെ കാഴ്ചപ്പാടനുസരിച്ച് according to my vision. യേശുക്രിസ്തു ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് പീലാത്തോസിനോട് പറഞ്ഞത്. Jesus Christ looked upon Pilate with a smiling face. യേശുക്രിസ്തു എന്താണ് പീലാത്തോസിനോട് പറഞ്ഞത്? What did he answer back to Pilate? ഓ, മേലിൽ നിന്നൊരു അധികാരം നിനക്കില്ല എങ്കിൽ, If there is not a permission from the heavens above, എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. you have no authority upon me. അതേ ദൈവജനമേ, Dear children of the Lord, ഉയരത്തിൽ നിന്നൊരു അനുവാദം എന്റെയും നിങ്ങളുടെ മേലില്ല എങ്കിൽ, if there is not a permission from the heaven above, നമ്മെ തൊടുവാനോ തകർക്കുവാനോ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. no powers can touch or destroy us. ഇന്ന് രാത്രികാലം നീ അത് വിശ്വസിക്ക്. Tonight you have to believe this. അതെ, നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. Those who touch you are touching the eyes of the Lord. ദൈവം അനുവദിക്കാതെ Without the Lord permitting, നിന്നെ തൊടുവാൻ കഴിയുന്നതല്ല. no man can touch you. ഓ, അവിടുന്ന് പരമാധികാരിയ ദൈവമാണ്. Because the almighty and all authority in God. ആ അധികാരത്തിന് മേൽ മറ്റൊരു അധികാരവുമില്ല. And behind that authority there is no more authority there. പീലാത്തോസ് ചിന്തിച്ചു, And Pilate thought, താനാണ് ഏറ്റവും വലിയ അധികാരി എന്ന്. he thought he was the greatest ruler. എന്നാൽ ഒരു കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന യേശുവിന്റെ മുമ്പിൽ അവൻ പതറിപ്പോവുകയാണ്. But seeing Christ Jesus who was standing as a lamb, he Ah. is trembled. അവൻ പതറിപ്പോവുകയാണ്. He is shaken. ഇന്ന് രാത്രികാലം In this night time too, ആരെങ്കിലും ഏതെങ്കിലും അധികാരത്തിന് കീഴിലായിരിക്കുന്നുവെങ്കിൽ, if anyone is under the subjection of any authority, ഓ, നിന്നെ ഇല്ലാതാക്കുവാൻ വിശുദ്ധ യോഹന്നാനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ നിന്നെ തകർക്കുവാൻ അവർക്കെതിരായി പരിശ്രമിച്ചതുപോലെ ഏതെങ്കിലും ശക്തികൾ നിനക്കെതിരെ പ്രവർത്തിക്കുന്നെങ്കിൽ, if there is any powers which is working against you, just like it worked against Jesus or just like it worked against St. John, ഇന്ന് രാത്രികാലം നിന്റെ വലങ്കരങ്ങളെ ഉയർത്തി നീ ധൈര്യമായിട്ട് ഇക്കാര്യം പറയണോ. tonight you shall lift up your right hands and proclaim likewise, എന്റെ മേൽ എന്റെ ദൈവം അനുവദിക്കാതെ ഒരു ശക്തിക്കും ഒരു അധികാരമില്ല. without my Lord letting, and no power has authority upon നമ്മുടെ me. വലങ്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Let our right hands be lifted up. ദുഷ്ടപിശാച് കേൾക്കെ വിളിച്ചു പറഞ്ഞാട്ടെ. Let the evil hear these words. ഓ ദുശത്രുവേ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. Oh adversary, there is no authority upon me. ശത്രുവേ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. Adversary, there is no authority upon me. ശത്രുവേ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. Oh ye enemy, you have no ഓ authority upon me. ശക്തമായി അതേറ്റു പറഞ്ഞാട്ടെ. With a mighty voice, with a loud voice shall you proclaim this. ശക്തമായി വിളിച്ചു നേറ്റു പറഞ്ഞാട്ടെ. അത് With all your voice shall you proclaim this. ശത്രു പരാജയപ്പെടട്ടെ. Let the enemy be defeated. യേശുവിന്റെ നാമം ഉയരട്ടെ. Let the name of Jesus be ഓ, exalted. നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. There is no authority upon us. നമ്മുടെ യേശുവാണ് നമ്മുടെ അധികാരി. Our Jesus is our authority. അവൻ അനുവദിക്കാതെ നമ്മെ തൊടാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. Without the Jesus permitting, no power can touch us. ഹല്ലേലൂയ. Hallelujah. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord be magnified. AD 95 In AD 95, വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തിളച്ച എണ്ണയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെട്ടു. St. John was brought out of that boiling oil. ഡൊമീഷ്യൻ ചക്രവർത്തി വല്ലാതെ വിശുദ്ധ യോഹന്നാനെ ഓർത്ത് ഭയപ്പെട്ടു. And Domitian was greatly frightened by St. John. അവന്റെ പ്രവർത്തനങ്ങളെ കണ്ടു താൻ കലങ്ങി മറിഞ്ഞു. And all his plans were shaking. എങ്ങനെ ക്രിസ്തീയ മാർഗത്തെയും ഈ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനെയും ഇല്ലായ്മ ചെയ്യാം എന്നുള്ള പരിശ്രമം താൻ ആരംഭിച്ചു. And he tiresomely worked in order to destroy Christianity as well as St. John. അങ്ങനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് താൻ നാടുകടത്തപ്പെട്ടു. And he was sent in exile into the Isle of Patmos. ആക്ഷരികമായി പത്മോസ് എന്ന് പറഞ്ഞാൽ, If you think it in the literal way, Patmos means ഏഷ്യ മൈനറിന്റെ പശ്ചിമ തീരത്ത് in the southern shore of Asia Minor. 16 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയുള്ള കൊച്ചു ദ്വീപാണ്. It has such a dimension over there. 16 കിലോമീറ്റർ വീതിയും നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൊച്ചു ദ്വീപ്. It is a 16 kilometer wide and 8 kilometer long. അതെ, അങ്ങനെ കൊച്ചു ദ്വീപിലേക്ക് ഈ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെടുകയാണ്. And into such a tiny isle that St. John was exiled. ക്രൂരരായ കുറ്റവാളികളെ നാടുകടത്തുവാൻ വെച്ചിരുന്ന ഒരു ദ്വീപായിരുന്നു അത്. It was an isle which was kept for the cruel murderers to be cast over there. കർത്താവിന്റെ നാമനിമിത്തം വിശുദ്ധ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു.
For the sake of the name of the Lord, St. John was being sent in exile to the Isle of Patmos. പത്മോസ് എന്ന് പറഞ്ഞാൽ And Patmos means, ഒരു പക്ഷേ ആക്ഷരികമായ ഒരു ദ്വീപായിരിക്കാം. literally, it might be an isle. എന്നാൽ ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ But if we think it in the spiritual realm, അത് ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലുള്ള ഒരു അനുഭവമാണ് പത്മോസ് വെളിപ്പെടുത്തുന്നത്. it reveals the experience in each and every child of God. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചാൽ, If you ask unto St. John, യോഹന്നാനെ എന്താണ് ഈ പത്മോസ് എന്ന് ചോദിച്ചാൽ, if we ask him unto him what is the Isle of Patmos, വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പറയൂ, St. John would reply likewise. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ആത്മീകവും ഭൗതികമായി സകല വാതിലുകളും അടയപ്പെടുന്ന ഒരു സാഹചര്യമാണ് പത്മോസ്. If the Patmos is a situation where all the doors in the spiritual as well as in the material realm of a child of God has been shut. ഒരു വിശുദ്ധ യോഹന്നാനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, If we meditate about St. John, കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു മനുഷ്യൻ, he was a hard working man for the Lord. കർത്താവിനെ അധികം സ്നേഹിച്ചവനും കർത്താവിനാൽ അധികം സ്നേഹിക്കപ്പെട്ടവനുമായ മനുഷ്യൻ. He was the one who loved Jesus more and was loved by Jesus even more. ഇപ്പോൾ ഇതാ താൻ പത്മോസ് എന്ന ദ്വീപിലായിരിക്കുന്നു. And now he is cast in the Isle of Patmos. വിശുദ്ധ യോഹന്നാനോട് ചോദിക്കുന്നു, യോഹന്നാൻ എന്താണ് പത്മോസ്? If we ask unto St. John what is Patmos, താൻ ഇപ്രകാരം പറയൂ, he would reply like this. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ, In the life of child of God, അവന്റെ ആത്മീക ജീവിതത്തിലോ be it in his spiritual life അവന്റെ ഭൗതിക ജീവിതത്തിലോ, or his material life, എല്ലാ വഴികളും എല്ലാ വാതിലുകളും ദുഷ്ടനായ പിശാച് വലിച്ചടയ്ക്കുന്ന സന്ദർഭമാണ്. it is the situation where the wicked Satan shuts all the doors of his life. ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ, As I am conveying this message unto you, ഇവിടെ കൂടപ്പെട്ട അനേക ദൈവമക്കളുടെ മുഖം വിളിച്ചു പറയുന്നു, the faces of many people who are gathered over here calls out. എന്റെ ജീവിതത്തിൽ ശത്രു അനേക വാതിലുകൾ അടച്ചു. Even in my life, many doors has been shut by the enemy. മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം വഴികളെ അടച്ചു. I cannot proceed further because the ways are shut. പ്രിയ ദൈവപൈതലേ, Dear child of God, ഇന്ന് രാത്രികാലം tonight time, നിന്റെ ജീവിതത്തിൽ എല്ലാ വഴികൾ അടഞ്ഞാലും, even if all the ways of your life have been shut, എല്ലാ വാതിലുകൾ അടഞ്ഞാലും, even if all the doors has been shut, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God who shall be working for അവൻ you, എന്നും ജീവിക്കുന്ന ദൈവമാണ്. because he is a living God. അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. He is the Lord who can make all the impossible things അവിടുത്തെ possible. സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ചുലാവിക്കൊണ്ടിരിക്കുന്നു. And his presence is moving in our midst. ആകയാൽ പത്മോസ് എന്ന് പറഞ്ഞാൽ, Therefore Patmos means ദൈവമക്കളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം എല്ലാ വഴികളും വാതിലുകളും ദുഷ്ടൻ അടച്ചു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളാണ്. it is a situation where you may think that all the ways and doors of your life in the life of a child of God has been shut. മാത്രമല്ല, Not only that, പത്മോസ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ പിന്നെയും പറയും, and St. John would say again, കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ, he was the man who worked hard for the Lord. ഇപ്പോൾ തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. And now all his hopes have been in vain. പത്മോസ് എന്ന് പറഞ്ഞാൽ, Patmos means മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു സ്ഥലമാണ്. it is a place where all the hopes of a man are end. മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ സുവിശേഷ സന്ദേശത്തിലേക്ക് പ്രവേശിക്കും. Let me mention three things and proceed further into the gospel ഇന്ന് ഈ message. സന്ദേശത്തിന്റെ പ്രാരംഭമായ ചില മുഖവരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. I am only mentioning an outline or an introduction for the gospel message. നാളെയും മറ്റന്നാളുമായി കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ദൈവം അനുവദിച്ചാൽ ആഴമായ ദൈവിക സത്യങ്ങൾ നമുക്ക് ശ്രമിക്കുവാൻ സഹായിക്കും. If the coming of the Lord delays and the Lord permits, we shall hear the deeper truths tomorrow and after tomorrow. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരും ഈ കൂടിവരവുകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. Therefore these days you shall not count these meetings as vain. പ്രിയ ദൈവപൈതലേ, Dear child of God, നിന്റെ മുമ്പിൽ വഴികൾ അടയട്ടെ. let all the ways before you be shut. വാതിലുകൾ അടയട്ടെ. Let all the doors be shut. എല്ലാ പ്രതീക്ഷകളും മങ്ങിയെന്ന് തോന്നട്ടെ. Let all your hopes be in ഈ vain. ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. But these days the Lord shall open ways for ഈ you. ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. These days the Lord shall open doors for you. പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് In the situations where all hopes have been done, നിന്റെ ജീവിതത്തെ പ്രത്യാശപൂർണമാക്കി മാറ്റുവാൻ in order to be filled with your life with hope, കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. we are proclaiming about a God who can do that for you. അപ്പോൾ പത്മോസ് എന്ന് പറഞ്ഞാൽ, Patmos means, ഒന്ന്, എല്ലാ വഴികളും വാതിലുകളും അടയപ്പെട്ട സന്ദർഭം. firstly, all the ways and the doors has been shut. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുന്ന സാഹചര്യം. All hopes have been ended and such a situation. മൂന്നാമത്, Thirdly, ശത്രു നമ്മെ ജയിച്ചു എന്ന് തോന്നുന്ന അനുഭവമാണ്. a situation where you may think that the enemy has overcame you. മൂന്ന് അനുഭവങ്ങളുള്ള വിശുദ്ധ യോഹന്നാൻ കടന്നുപോയി. And in all these three experiences, St. John has proceeded. വളരെ പ്രതീക്ഷയോടെ വിശ്വാസമാർഗത്തിൽ ഇറങ്ങി തിരിച്ചു. With great hopes
as he set forth in the works of faith. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്നു. 3.5 years he walked along with Jesus Christ. കർത്താവിന്റെ പ്രവൃത്തികളെ കണ്ടു. He saw the works of the Lord. കർത്താവിനെ അധികമായി സ്നേഹിച്ചു. He loved his Lord deeply. ഒരു പക്ഷേ നാമും ചിന്തിച്ചേക്കാം, Even we might think, കർത്താവേ, oh Lord, ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും, although I loved you this much, ഇത്രത്തോളം ഞാൻ നിന്നെ പിൻഗമിച്ചിട്ടും, although I followed you till much, എന്നെ പത്മോസിന് തുല്യമായ അനുഭവത്തിലൂടെ കടത്തിവിടുന്നുവോ? are you sending me through the experience of Patmos? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത്? Why are such situations being happening in my life? എന്റെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടഞ്ഞല്ലോ. All the ways of my life, or doors of my life has been shut. എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചല്ലോ. All my hopes has been destroyed. ശത്രു പോലും എന്നെ കീഴ്പ്പെടുത്തിയ നിലവാരത്തിൽ ഞാൻ എത്തിയല്ലോ. I have come to a situation that the enemy has overcome upon me. എന്താണ് വിശുദ്ധ യോഹന്നാൻ അവിടെ ചെയ്തത്? What did St. John do there? പത്മോസിന്റെ ഏകാന്തതയിൽ, In that loneliness of Isle of Patmos, മുൻപോട്ടുള്ള എല്ലാ വഴികളും വാതിലുകളും അടയപ്പെട്ടപ്പോൾ, when all the ways and the doors ahead of him are shut, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നിയപ്പോൾ, when all his hopes has been ended, ശത്രു തന്നെ ജയിച്ചു എന്ന് തോന്നിയപ്പോൾ, when the enemy had overcame him, താൻ എന്താണ് ചെയ്തത്? what did St. John do? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. Revelation chapter 1 verse 9 and 10. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. St. John was in the Isle of Patmos for the word of God and the testimony of Jesus Christ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ഞാൻ ആത്മവിവശതയിലായി എന്ന് പറയുന്നു. And it is written, I was in the spirit on the Lord's day. ദൈവജനമേ, dear children of the Lord, ജീവിതത്തിൽ വഴികൾ അടയുമ്പോൾ, in your life when all the ways have been shut, നിന്റെ മുമ്പിലുള്ള വാതിലുകൾ അടയുമ്പോൾ, when the doors ahead of you are being shut, നിന്റെ എല്ലാ പ്രതീക്ഷകളും നശിക്കുമ്പോൾ, when all your hopes have been destroyed, ശത്രു നിന്നെ ജയിച്ചു എന്ന് തോന്നുമ്പോൾ, when you feel that the enemy has overcome you, നാം എന്താണ് ചെയ്യുന്നത്? what you should do? സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, in our life when small problems come into our life, നമ്മുടെ പ്രാർത്ഥന പോയി, our prayer life is gone, ആത്മനിറവ് പോയി, our anointing is gone. നമ്മൾ 7 മണിയാകുമ്പോഴേക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കയറി കിടന്നുറങ്ങും. 7 o'clock in the evening we'll shut off the lights and we'll go and sleep. ഉപവാസ പ്രാർത്ഥനകൾക്ക് വരാതെയാകും. They would not come for the fasting meeting. ബൈബിൾ ക്ലാസുകൾക്ക് വരാതെയാകും. They would not come for the Bible class. ആത്മീയ കൂടിവരവുകളോട് വിരക്തി കാണിക്കും. They would show a hindrance or against ആത്മീക താല്പര്യങ്ങൾ കുറഞ്ഞു പോകും. and they will have a lack of all the spiritual experiences. അപ്പൊ ചോദിക്കും, സഹോദര എന്തു പറ്റി? And then we'll ask, what happened to you? സഹോദരി എന്തു പറ്റി? And dear sister, what happened to you? അപ്പോൾ അവർ പറയും, and then they would reply, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ കർത്താവിനെ പിൻപറ്റിയിട്ട് ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. even after following Christ Jesus this while, we have all such problems in our life. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു. all the ways of our life has been shut. ജീവിതത്തിന്റെ എല്ലാ വഴികളും വാതിലുകളും അടഞ്ഞു. all the ways and the doors of our life has been shut. എല്ലാ പ്രതീക്ഷകളും നശിച്ചു. and our hopes have been destroyed too. ശത്രു പോലും എന്നെ കീഴ്പ്പെടുത്തി എന്ന് തോന്നുന്നു. and we think even the enemy has overcame us. എന്ന് നമ്മൾ ചിന്തിച്ച് നിരാശപ്പെട്ടു പോകും. and we will be disappointed thinking about this. വിശുദ്ധ യോഹന്നാൻ എന്താണ് ചെയ്തത്? but what did St. John do? താൻ ആത്മവിവശതയായി എന്ന് ബൈബിളിൽ വായിക്കുമ്പോൾ, when it is written that he was in the spirit in the Lord's day, അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു എന്നാണ്. it is meant that he was subjected to the Holy Ghost. ഇന്ന് രാത്രികാലം, even tonight, വഴികളും വാതിലുകളും അടഞ്ഞവരെ, to all those whose ways and doors have been shut, പ്രതീക്ഷകൾ നശിച്ചവരെ, to all whose hopes have been destroyed, ശത്രു നിന്നെ ജയിച്ചു എന്ന് തോന്നുമ്പോൾ, when you think that the enemy has overcame you, എന്താണ് ചെയ്യേണ്ടത്? what should you do? നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. you should be subjected or yielded to the Holy Ghost. ഒരു 2-3 മിനിറ്റ് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാൻ പോകുകയാണ്. we are going to give room for the Holy Ghost for 2 or 3 minutes. ഇന്ന് രാത്രികാലം നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുമ്പോൾ, tonight when you give room for the Holy Ghost in your life, എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ മുഴങ്കാൽ ഇരിക്കണം കഴിവുള്ളവർ. all those who are able to, can you be on your knees at their place? കസേരകളിൽ ഇരിക്കുന്നവർ നല്ല ഇരിപ്പിടം കിട്ടിയെന്ന് വിചാരിച്ചും ആരാധിക്കാതിരിക്കരുത്. those who are seated on the chairs, do not be in vain or do not lack in your spiritual experience. ഇന്ന് രാത്രികാലം ഒരുപക്ഷേ നീ ഒരു പത്മോസിന്റെ അനുഭവത്തിലായിരിക്കാം. tonight you shall be found in the Isle of Patmos or in the situation likewise. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ വഴികളും വാതിലുകളും അടയപ്പെട്ട അവസ്ഥയിലായിരിക്കാം. maybe all the ways and the doors of your life have been shut. നിന്റെ പ്രതീക്ഷകളൊക്കെ മങ്ങിയ അവസ്ഥയിലായിരിക്കാം. maybe your hopes have been diminished.
ഓ കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. Maybe in your previous days the enemy has overcame you, the adversary has ഇന്ന് defeated you. രാത്രികാലം But tonight, ഒരല്പസമയം for a little while, ആ യോഹന്നാൻ അപ്പോസ്തലനെ പോലെ like unto St. John, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവേ amidst all these situations, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് let us yield unto the Holy Ghost. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Then the Jesus shall descend for you. നരകതുല്യമായ പത്മോസ്, The hell-like experience of Patmos, ഓ നരകതുല്യമായ നിന്റെ ജീവിതം the hell-like experience of your life, സ്വർഗതുല്യമായി മാറും. it shall be transformed like heaven. സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. Let the voice of your praises shall be rising. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിൽ നിറയട്ടെ. Those who have been anointed by the Holy Ghost be filled with the power of the Holy Ghost. ദൈവം നിന്റെ നാവിന്മേൽ അന്യഭാഷ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവത്തോട് അതുകൊണ്ട് സംസാരിച്ചാട്ടെ. If the Lord has given unknown tongues or in a tongue, you shall speak with it. ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ നീ അത് ചെയ്താട്ടെ. If you are able to worship your Lord with your body, if you are able to clap your hands, worship the Lord like voice. ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Because tonight the Lord shall descend for you. അടയപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ അയ്യം വിളിക്കുന്നവരെ, To those who cry woe before the shut doors, പ്രതീക്ഷകൾ മങ്ങിയവരെ, to those whose hopes have been diminished, ശത്രുവിന്റെ പരാജയ ഭീതി നേരിടുന്നവരെ, to those who have been threatened by the fear of the enemy. യോഹന്നാൻ എന്താണ് ചെയ്തത്? What did St. John do? അവൻ ആത്മവിവശതയിലായി, He was in the spirit of the Lord. അവൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. He was yielded to the Holy Ghost. യേശു ഇറങ്ങി വന്നു. Jesus Christ descended for him. അവിടുന്ന് ദൈവശബ്ദം കേട്ടു. He heard the voice of Jesus. സാഹചര്യങ്ങൾ മാറി, All the situations were transformed. വാതിലുകൾ തുറക്കപ്പെട്ടു. All the doors were opened. ആരാധിച്ചാട്ടെ. Let us all worship the ശത്രു Lord. പരാജയപ്പെടട്ടെ. Let the enemy be defeated. ദൈവത്തിന് ജനം വിടുവിക്കപ്പെടട്ടെ. Let the children of the Lord be delivered. ആരും മൗനമായിരിക്കരുത്. Let no man be silent. അങ്ങ് പിന്നിൽ ഇരിക്കുന്നവർ, From the back end, കസേരയിലിരിക്കുന്നവർ, to those who are seated on the chairs, ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. clap your hands and worship the Lord. ഒരു ആത്മീയ ആരാധന ഉണ്ടാകട്ടെ. Let there be a spiritual worship over here. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും യോഹന്നാൻ ഇല്ലായിരുന്നു. St. John did not have such a situation. എങ്കിലും അവൻ ആത്മാവിൽ ആരാധിച്ചു. Yet he worshipped the Lord in the Spirit. നീ ആത്മാവിൽ ഇടം കൊടുത്ത് If you give room for the Holy Ghost, സ്വർഗം നിന്നിൽ പ്രസാദിക്കും. the heavens shall be pleased upon you. ഇന്ന് രാത്രികാലം യേശു നിന്നെ തൊടും. Tonight the Jesus Christ shall touch you. ചില കെട്ടുകളെ നീ അഴിക്കും. Some binding shall be broken. നിന്നോട് നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും പോരാടുന്ന ശത്രുവിന് പരാജയപ്പെടും. And all the powers of the enemy which is fighting against you and your family and your children shall be destroyed. ആരാധിച്ചാട്ടെ. Let us worship the Lord. ആരാധിച്ചാട്ടെ. Let us worship the Lord. ആരാധിച്ചാട്ടെ. Let us worship the Lord. ദൈവം നിന്നെ തൊടട്ടെ. Let Jesus touch you. നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരട്ടെ. Let him descend into your situations of your life. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. ഒരു 2 മിനിറ്റ്. For 2 minutes let no man be silent. ഒരു പക്ഷേ രോഗമായിരിക്കാം ആ പത്മോസിന് തുല്യമായ ജീവിതം നിനക്ക് നൽകിയത്. Maybe it is the sickness which has given you the experience like unto Patmos. ഒരു പക്ഷേ ശത്രുവിന്റെ പോരാട്ടമായിരിക്കും. Maybe it is the fighting of the enemy against you. ഓ നിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒക്കെ മങ്ങിയിരിക്കും. Maybe all the hopes of your future shall be diminished. എന്നാൽ ഈ 2020 പ്രാരംഭത്തിൽ But in the initial days of this year 2020, അവിടുന്ന് വഴി തുറക്കുന്ന ദൈവമാണ്. He is the Lord who shall open ways for you. അവിടുന്ന് വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. He is the Lord who shall open the doors for you. ഓ നിനക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. He is the Lord who shall fill you with hope. ഇന്ന് രാത്രികാലം നിന്നോട് പോരാടുന്ന ശത്രുവിനെ ദൈവം നേരിടാൻ പോകുന്നു. The Lord is going to fight against the enemy who is waiting against you tonight. ഓ ഈ തണ്ണിത്തോട് മീറ്റിംഗ് നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവത്തെ തരും. And this experience of the meeting of gospel meeting of Thandithod will be remarkable for your life. നീ ആരുമാകട്ടെ, Whoever you shall be. ഒരു പക്ഷേ ആദ്യമായി നീ മീറ്റിംഗിനെ സംബന്ധിക്കുന്ന വ്യക്തിയായിരിക്കാം. Maybe you are attending this meeting for the first time. ഓ നീ ആരുമാകട്ടെ, Whoever you be. ഇവിടെ ജാതിയോ മതമോ വ്യത്യാസമില്ല. There is no nation, caste or religion. ഓ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, The Lord with whom we worship. അവിടുന്ന് സർവശക്തനാണ്. He is an omnipotent God. അവിടുന്ന് സർവജ്ഞാനിയാണ്. He is an omniscient God. അവിടുന്ന് സർവവ്യാപിയാണ്. And He is an omnipresent God. അവിടുന്ന് സകലത്തെയും ഉളവാക്കിയ ദൈവമാണ്. He is the Lord who has created everything. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. There is nothing
nothing impossible for this God. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible for this God. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible for this God. ദൈവത്തിന്റെ ആത്മാവിനിടം കൊടുത്താട്ടെ. Give room for the Holy Ghost. അടഞ്ഞ വാതിലുകളിലേക്ക് നോക്കി നിരാശപ്പെടണ്ട. Do not be disappointed upon the shut doors of your life. നിരാശപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നോക്കി ദുഃഖിക്കേണ്ട. Do not be disappointed upon the sorrowful experiences. ശത്രുവിന്റെ ആയുധങ്ങളെ കണ്ട് കലങ്ങേണ്ട. Do not be troubled with seeing the weapons of the ഇന്ന് enemy. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരൂ. Tonight the Lord shall descend for you. നിനക്ക് വലിയൊരു വിടുതൽ തരും. He shall give you a great deliverance. യേശു ഇന്നും ജീവിക്കുന്നു. Because Jesus lives today. യേശു ഇന്നും ജീവിക്കുന്നു. Jesus lives even today. യേശു ഇന്നും ജീവിക്കുന്നു. Jesus lives even today. വീര്യപ്രവർത്തികളുത്തരമരുളും വീരനാം ദൈവമേ നിൻ ജയോ നിരന്തരം വീര്യപ്രവർത്തികളാൽ കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടിയാട്ടെ. വീരനാം ദൈവമേ നിൻ ദയയോ നിരന്തരം സകല ജഡത്തിന്റെയും ദൈവമാം യഹോവ. ആത്മാവിൽ പാടിയാട്ടെ. അസാധ്യമായതൊന്നുമില്ലല്ലോ സകല ജഡത്തിന്റെയും ദൈവമാം യഹോവേ. നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ സകല ജഡത്തിന്റെയും ആത്മാവിൽ പാടിയാട്ടെ. നിനക്കു അസാധ്യമായി ഒന്നുമില്ലല്ലോ സകല ജഡത്തിന്റെ ദൈവമാം യഹോവേ. നിനക്കു അസാധ്യമായതൊന്നുമില്ലല്ലോ സകല ജഡത്തിന്റെയും ദൈവമാം യഹോവേ. നിനക്കു അസാധ്യമായതൊന്നുമില്ലല്ലോ സകല ജഡത്തിന്റെ ദൈവമാം യഹോവേ. നിനക്കു അസാധ്യമായതൊന്നുമില്ലല്ലോ സകല ജഡത്തിന്റെയും ദൈവമാം യഹോവേ. നിനക്കു അസാധ്യമായതൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. വാത്സല്യ ദൈവജനമേ, Dear children of the Lord, ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് ഇടപെടുന്ന രാത്രിയാണ്. tonight is the night where the Lord shall deal with you. ദൈവത്തിന്റെ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The invisible presence of the Lord is there in our നീ midst. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം. And you shall experience that presence of the Lord. നിന്റെ ഉള്ളം പിടിച്ച് വികസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. You should have the experience of your heart expanding. ദൈവത്തിന്റെ കരസ്പർശനം നീ അനുഭവിക്കണം. You should feel the touch of the hands of the Lord. വഴികളും വാതിലുകളും അടഞ്ഞവരെ, To those whose ways and doors have been shut, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരെ, all those whose hopes have been diminished, ശത്രുവിന്റെ ആയുധങ്ങളെ കൊണ്ട് പരാജയപ്പെടുന്നവർ, ഭയപ്പെടുന്നവരെ, and to those who are fearing seeing the weapons of the enemy, ഇന്ന് രാത്രികാലം this night time, ദൈവം നിന്നെ തൊട്ടിരിക്കുകയാണ്. the Lord has certainly touched നീ you. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ As you were worshipping the Lord, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങി. the hand of the Lord has started working for you. ദൈവം ചോദിക്കുന്നു, The Lord is asking, എന്റെ കരത്തെ മടക്കുവാൻ കഴിയുന്നവനോ? who is there to hinder the hand of my hand? എന്റെ കരത്തെ മടക്കാൻ കഴിയുന്നവനോ? Who is there to fold the hands of the Lord? അതേ പ്രിയ ദൈവ പൈതലേ, Dear child of God, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെട്ടാൽ, if the hand of the Lord is outstretched for you, അവിടുത്തെ കരത്തെ മടക്കുവാൻ in order to fold or hinder the hand of the Lord, ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചാൽ, if the Lord is working for one man, ഒരു സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചാൽ, if the Lord is working for one church, ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ കരം നീട്ടിയോ, if the Lord has stretched his hand for one family, അവിടുത്തെ കരത്തെ മടക്കുവാൻ in order to hinder his hand, ഒരു ശക്തിക്കും കഴിയുന്നതല്ല. no power is able to do that, അവിടുത്തെ കരം കരുത്തുള്ളതാണ്. because his hand is a mighty hand. അവിടുത്തെ കരം ബലമുള്ളതാണ്. His hand is a hand of a strength, അത് നീ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നിന്നെ തൂക്കിയെടുക്കുവാൻ കഴിവുള്ള കരമാണ്. and it is the hand which can carry you out of your situation. നീ എത്ര ആഴത്തിലായിരുന്നാലും അവിടത്തേക്ക് നീണ്ടുവരുവാൻ കഴിവുള്ള കരമാണ്. However deep is your situation, the hand of the Lord is able to pick you out of it. നീ ആയിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് നിരാശപ്പെടേണ്ട. Do not be disappointed about the situations of your life. ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ദുഃഖിക്കേണ്ട. Do not be disappointed about the situations of your family. നിന്നിൽ പരിശുദ്ധാത്മാവുള്ളിടത്തോളം, As long as the Holy Spirit is dwelling in you, നിന്നിൽ ഒരു ആരാധന ഉള്ളിടത്തോളം, as long as you are worshipping the Lord, നിന്റെ മേൽ ഒരു ശക്തിക്കും അധികാരം നടത്തുവാൻ കഴിയുന്നതല്ല. no power can rule or reign upon you. കാരണം നീ നിന്റെ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ, Because since the day you have met your Lord, നിന്റെ അധികാരി ഉടയവനും നിന്റെ കർത്താവാണ്. your honor and your master is your Lord നീ Jesus, അവന്റെ ഉള്ളം കരത്തിലാണ്. and you are in the palms of his hands. നീ അവന്റെ ഉള്ളം കരത്തിലാണ്. You are in the palms of his hands, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ, and in order to pluck it
out from his hand. ഒരു ശക്തിക്കും കഴിയുന്നതല്ല. No power is able to do that. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ In order to pluck out from his hand. ഒരു ശക്തിക്കും കഴിയുന്നതല്ല. No power is able to do that. ആകയാൽ ദൈവജനമേ സന്തോഷിപ്പേ. Therefore rejoice ye the children of the നാം Lord. ഭാഗ്യശാലികളാണ്. How privileged are we. ദൈവത്തെ അറിഞ്ഞവരെ, Those who have known the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, Those who love the Lord. ദൈവത്തെ പിൻഗമിക്കുന്നവരെ, Those who follow the Lord. നാം ഭാഗ്യശാലികളാണ്. We are the blessed people. നമ്മുടെ ഭാഗ്യം വർണ്ണനാതീതമാണ്. And our blessings cannot be explained. യോഹന്നാൻ എന്താണ് ചെയ്തത്? What did St. John do? അവിടുന്ന് ആ പ്രതികൂലമായ സാഹചര്യത്തിന്റെ മധ്യത്തിൽ, Amidst all these persecutions and negative situations, വഴികളെല്ലാം അടഞ്ഞപ്പോൾ, when all the ways were shut, വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ, when all the doors were closed, നിരാശ തന്റെ മുമ്പിൽ നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ, when disappointed started to dance in front of him, ശത്രു ജയിച്ചു എന്ന് തോന്നിയപ്പോൾ, when the enemy started to gain victory over him, അവിടുന്ന് അതൊന്നും കണ്ടും തെല്ലും നിരാശപ്പെടാൻ പോയില്ല. he was not yet disappointed. See all അവിടുന്ന് this. ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് വെച്ചു. He started to keep his mind to worship the Lord, അവിടുന്ന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. and he yielded unto the Holy Ghost. ദൈവജനമേ, Dear children of God, ഇത് നിനക്കുള്ള സന്ദേശമാണ്. this is the message for you. ഈ 2020 In this year 2020, പ്രതികൂലങ്ങൾ നമുക്കുണ്ട്, amidst all the tribulations, പ്രയാസങ്ങൾ നമുക്കുണ്ട്. amidst all your sufferings, എന്നാൽ but നിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകരുത്. do not lose the power of the Holy Ghost which is in you. നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെക്കാളും, Above all the problems in your life, നമ്മുടെ ദൈവം വലിയവനാണ്. our God is above all of it. നിന്റെ പ്രശ്നമല്ല വലുത്, It is not the problems which is great. നിന്റെ പ്രതികൂലമല്ല വലുത്, It is not the troubles which is great. യേശുവാണ് വലുത്. It is Jesus who is greater. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ യോഹന്നാൻ നിരാശപ്പെട്ടു പോയില്ല. St. John was not at all disappointed. അവിടുന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങി. He started to worship in the Spirit. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ When we learn the scriptures, വാതിലുകൾ അവന് തുറക്കപ്പെടുകയാണ്. all the doors were being opened over there. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, When we read the 8th verse of the 3rd chapter of Revelation, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. മതി. ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. I have set before thee an open door and no man can shut it. പ്രിയ ദൈവമൈതലേ, Dear child of God, ശത്രു നിന്റെ മുമ്പിലെ വഴികളെ അടയ്ക്കട്ടെ. let the adversary shut all the doors before you. ശത്രു നിന്റെ മുമ്പിലുള്ള വാതിലുകളെ അടയ്ക്കട്ടെ. Let him shut all the ways before you. എന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുവാൻ കരുത്തുള്ള ഒരുവനുണ്ട്. But there is a God who can open the doors which no man can shut. യോഹന്നാനോട് പറയുകയാ. He is saying unto St. John, യോഹന്നാനെ, നീ ഇത് കണ്ടുവോ? John, have you seen this? ഡൊമീഷ്യൻ അടച്ച വാതിലുകളെ നോക്കി നീ എന്തിനു ഭയപ്പെടുന്നു? Do not be frightened upon the doors which Domitian has shut. ഇതാ ഒരു അധികാരത്തിനും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ ഞാൻ തുറക്കുന്നു. I have opened a door which no authority can shut. മാത്രമല്ല, Not only that, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, when we come to the 4th chapter and the first verse, സ്വർഗ്ഗത്തിന്റെ വാതിലും എനിക്ക് വേണ്ടി തുറക്കുകയാണ്. the doors of heaven are also being opened for him. 4-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാം. 4th chapter and the first verse. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു. കാഹളനാദം പോലെ. മതി. ഇവിടെ നോക്ക്, ആക്ഷരികമായ ഒരു വാതിൽ തുറക്കപ്പെട്ടു, ആത്മീകമായ ഒരു വാതിൽ തുറക്കപ്പെട്ടു. And let us look over here that a literal door has been opened and a heavenly door has been opened too. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ തന്റെ ജീവിതത്തിൽ ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. Chapter 3 and verse 8, there is a literal door being opened over there. അതൊരു സഭയ്ക്കുള്ള സന്ദേശമാണ്. It was a message unto the church. അത് ആത്മാവ് സഭകളോട് പറയുന്ന സന്ദേശമാണ്. It was the message which the Spirit speaketh unto the churches. അതെനിക്കും നിനക്കുമുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. It is a counsel unto you and unto me. വാതിലുകൾ അടഞ്ഞവരെ, To all those whose doors are shut, വഴികൾ ശത്രുവിനാൽ അടയ്ക്കപ്പെട്ടവരെ, and to those whose ways have been shut by the enemy, ഇഹത്തിലും പരത്തിലും നന്മയുടെ വാതിലുകളെ തുറക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. your God is able to open the doors of blessings in this earth and in the heaven above. അതുകൊണ്ട് കലങ്ങിപ്പോകരുത്. Therefore do not be troubled. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. Therefore do not be disappointed. ധൈര്യത്തോട് നമ്മുടെ ചുവടുകളെ വെക്കും. Let us boldly put our foot. നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്.
There is a God who shall never forsake us. നരകതുല്യമായ പത്മോസിന്റെ ജീവിതാനുഭവങ്ങളിലേക്കും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. There is a God who shall descend upon the hell-like experience of Patmos in your life. ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് മുന്നേറാം. Let us with thanksgiving the Lord and let us go further. അവിടുത്തെ വിശാലമായ ചിറകടി നമുക്ക് അഭയം പ്രാപിക്കാം. And let us abide under the great wings of the Lord. അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ തിരുമാറിൽ നമുക്ക് ചാരാം. Let us lean upon the breast of the Lord who cares like a mother unto us. ആ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the holy name of the ആ Lord. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ യോഹന്നാന് തുറക്കപ്പെടുകയാണ്. And the doors of heaven are being opened for St. John. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ When we read the initial verse of the 4th chapter, ഒന്നുകൂടെ വാക്യങ്ങൾ വായിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, come up hither, മേലാൽ സംഭവിപ്പാനുള്ളത് and I will show thee the things ഞാൻ നിനക്ക് കാണിച്ചു തരാം. which must be hereafter. വെളിപ്പാട് പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ, When we learn about the book of Revelation, മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, when we study about the things which are to be proceeding hereafter, ഇനി ഈ ലോകത്തിൽ സംഭവിക്കുവാനുള്ള and all the things which are to be happening in this world, ഏറ്റവും വലിയ കാര്യം കർത്താവിന്റെ വരവാണ്. and the greatest thing among all is the coming of the Lord. 1923 In 1923, ഈ സഭയുടെ സ്ഥാപകനായിരുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ അവർകൾ, and the founder of this church, the Honorable Pastor Paul, ദൈവം തനിക്കൊരു ദർശനം കൊടുത്തു. the Lord gave him a vision. ആ ഒരു പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷയെ കുറിച്ചുള്ള ദർശനം കൊടുത്തു. The Lord gave him a vision concerning a consecrated ministry. അന്നു മുതൽ ഈ സത്യത്തിന് വേണ്ടി താൻ പരിശ്രമിക്കുവാൻ തുടങ്ങി. Since the day he has started to work for this truth, ഒരേ ഒരു ലക്ഷ്യം, with one and only one motive, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റണം. to present any man perfect in Christ Jesus. ദ പെന്തക്കോസ്റ്റ് മിഷൻ സഭ എന്ന് പറയുന്നതായ ഈ ദൈവിക കൂട്ടായ്മ, This is a godly congregation, the Pentecostal mission. ഇത് ആക്ഷരികമായ നന്മകളെ പ്രദാനം ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരു സഭയല്ല. This is not a church which promises earthly blessings. ഈ സഭയെ വിശുദ്ധന്മാർ സ്ഥാപിച്ചപ്പോൾ When the saints of the Lord established this church, ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. there was only one and only motive. ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം. A group of people shall be prepared for the coming of the Lord. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും And the measure of the stature of the fullness of Christ. തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കണം. And he should attain the complete perfection. അതിനുവേണ്ടി വിശുദ്ധന്മാരാൽ ഈ സഭ ദൈവം ആരംഭിച്ചു. And for that same purpose, the saints of the Lord established this church. ഏകദേശം 100 വർഷത്തോളം അടുക്കുമ്പോൾ, And it is nearing 100 years. ദൈവജനമേ, Dear children of God, നമ്മുടെ പ്രതീക്ഷ എന്താണ്? what is our hope? നമ്മുടെ പ്രത്യാശ എന്താണ്? What is our faith upon? എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത്? Why have we been brought to this congregation? എന്തെങ്കിലും ഭൗതിക നന്മകളാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? Is it any earthly blessings which you are hoping for? ഒരുപക്ഷേ ദൈവം അത് നൽകിയേക്കാം. Maybe the Lord shall grant it to you. എന്നാൽ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് അതല്ല. But we are not proclaiming such things. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചത് അതല്ല. That is not what our forefathers have taught us. ഒരിക്കൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു. Once a saint of the Lord who has been gathered to the presence of the Lord said likewise. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിത്യത്തിൽ പ്രവേശിച്ച നമ്മുടെ ചീഫ് പാസ്റ്റർ പാസ്റ്റർ ലാസർ അപ്പച്ചനാണ്. I think it was a Pastor Lasser who has been taken to the glory. ഒരിക്കൽ താൻ ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടു. I have heard that he has said likewise. ഒന്നുമില്ലാതെ വഴിയരികിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും എനിക്ക് എന്റെ യേശുവിന്റെ മുഖം കണ്ടാൽ മതി. Even if we have nothing and we have to die in the streets, yet we need our Jesus alone. ആഴമായ പ്രതിഷ്ഠയോട് താൻ ഇറങ്ങി. With a deep consecration he set forth. ഈ സഭയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവം തന്നെ ഉയർത്തി. And the Lord lifted him up into the greatest position of the church. തന്റെ ജനത്തിനു വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നു. And he followed the steps of Jesus Christ who shed his life for his people. ഈ വേല ദൈവം നടത്തുന്നത്, The Lord leading this ministry. ദൈവജനമേ, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി. The coming of the Lord is very nigh. അതുകൊണ്ട് നാം ഒരുക്കപ്പെടണം. Therefore we should be prepared for it. നാം ഉണർത്തപ്പെടണം. We should be revived for it. ഈ തണ്ണിത്തോട് ദേശത്തും And in this land of Tannithod, വിശുദ്ധന്മാർ പ്രാണനെ പാനീയ യാഗമായി ഊറ്റി. and the saints are offering their life as an offering over here. കഷ്ടങ്ങൾ സഹിച്ച്, Suffering all the tribulations. പ്രാണനെ വിലയേറിയതാ എണ്ണാതെ. They are not counting their life as gain. ഒരിക്കൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. Once Saint Paul said likewise. അപ്പോസ്തല പ്രവൃത്തിയിലെ 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണെന്ന് എന്റെ ഓർമ്മ. Acts of Apostles chapter 20 and verse 21, I guess. ഇതാ ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും. ആ ഭാഗം വിടർന്ന് വായിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി
ബന്ധിക്കപ്പെട്ടവനായി ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി പരിശുദ്ധാത്മാവ് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. അടുത്തത്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇതേ ഒരേ ഒരു ഉദ്ദേശമേ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നുള്ളൂ. There was only one and only aim for the servants of the Lord. അവർ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. They did not count their life a dear unto അങ്ങനെ themselves. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. Therefore there is a death in us and a life in you. ഞങ്ങൾ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീരുകയാണ്. And we are being quenched likewise. കത്തി കത്തി തീരുകയാണ്. We are being burning and ending up. എന്തിനു വേണ്ടി അങ്ങനെ ജീവിക്കുന്നു? Why are we standing like this? നിങ്ങൾ ജീവിക്കുവാൻ. For you to be alive. തന്നിത്തോട് ദേശനിവാസികളെ, All the people dwelling in Thanithod, ഇവിടെയുള്ള ദൈവജനമേ, to the children of this land, വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പാടുകൾ മറന്നു കളയരുത്. do not forget the sufferings which the saints of the Lord are suffering for you. അവരുടെ ത്യാഗങ്ങൾ വിസ്മരിക്കരുത്. Do not be unknown about the sufferings of these people. ഇതൊന്നും യാതൊരു പ്രതിഫലത്തിനും വേണ്ടിയല്ല. They are not doing this for any reward. ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ. For a certain group of people to be prepared for the coming of the Lord. നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കാം. You can look back into this world. 2400 പരം ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. There are more than 2,400 Christian denominations. ഒരുപാട് സഭകളിൽ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. I am a person who have got into many of these churches. ഒരു വെല്ലുവിളി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. I am giving a challenge in front of you. നമ്മുടെ വിശുദ്ധന്മാരെ പോലെ Like unto the servants of our ministry, അതിരാവിലെ എഴുന്നേറ്റ് arising early in the morning തന്റെ ജനത്തിനു വേണ്ടി, for his people, ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി for each and every family, യാഗമർപ്പിക്കുന്ന offering sacrifices. ശുശ്രൂഷകരുള്ള ഒരു സഭ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? Can you show any other church who can do this ministry over there? ഇല്ല. No and no at all. ഒരു ദിവസത്തെ കാര്യമല്ലിത്. It is not one day's thing. അതാരെങ്കിലും ചെയ്തേക്കാം. Maybe some can do that. ഒരു മാസത്തെ കാര്യമല്ല. It is not a month's thing. അതും ആരെങ്കിലും ചെയ്യാൻ തയ്യാറായേക്കാം. Maybe some would be ready to do that too. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ, If there are 365 days in a year, വിശുദ്ധന്മാർ വിശ്വാസവാനങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ, if the servants of the Lord are alive in the house of the Lord, അവർ എനിക്കും നിനക്കും വേണ്ടി സ്തോത്രം ചെയ്തിരിക്കും. they would praise for you and for me. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, When you are sleeping and slumber, നിങ്ങൾ സുഖമായി നിദ്രയിലാകുമ്പോൾ, when you are in deep sleep, നിങ്ങൾക്ക് വേണ്ടി ഉറക്കളച്ചിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. there are the servants of the Lord who are awakened for you. ദൈവജനമേ, Dear children of God, അതാണ് നമ്മുടെ സഭയുടെ നിലനിൽപ്പ്. that is the existence or the strength of this church. അതാണ് നമ്മുടെ ദൈവജനത്തിന്റെ അനുഗ്രഹം. And that is the blessing of the children of God. ഈ വേല പണം കൊണ്ട് വളർന്നതല്ല. This ministry was not established by money, ഇത് മനുഷ്യന്റെ കഴിവ് കൊണ്ട് വളർന്നതല്ല. nor was this established by the talents of a man. ശുശ്രൂഷകരായ ഞങ്ങൾ സാധാരണക്കാരാണ്. We the ministers are ordinary among the ordinary. ഉന്നത വിദ്യാഭ്യാസമൊന്നും ഞങ്ങൾക്കില്ല. We do not have high qualified education. വലിയ കഴിവുകളൊന്നും ഞങ്ങൾക്കില്ല. We do not have great talents. എന്നാൽ ഞങ്ങളോട് കൂടെ ഒരുവനുണ്ട്. But there is one along with us. അവിടുന്ന് സർവശക്തനാണ്. He is the omnipotent God. ഏഴകളുടെ പ്രാർത്ഥനകൾ, And he hearkens the prayers of ours. ഞങ്ങളുടെ സ്തുതി സ്തോത്രയാഗങ്ങൾ, And the sacrifices and the thanksgiving offering. സ്വർഗത്തിലെ ദൈവത്തിന് വിലയേറിയതാണ്. It is pleasable and great unto the Lord. ദൈവജനമേ, Dear children of God, മറന്നു കളയരുത്. do not be forgotten about this. ദേശനിവാസികളെ, All the dwellers of this land, ഓടി വന്ന് സത്യത്തോട് ചേരുവേൻ. come running and join unto this truth. കാലങ്ങൾ അധികമില്ല. The times are not thereafter. ഇത് നിങ്ങൾക്ക് ദേശനിവാസികൾക്ക് ഒരുക്കുന്നൊരു സമയമാണ്. This is the time given for you, the people of this land. നാളെ എന്നുള്ള നിനക്കുള്ളതല്ല. Tomorrow is not meant for you. ഇന്ന് രാത്രികാലം നിന്റെ തീരുമാനത്തെ പുതുക്കുക. Tonight let you renew your consecration. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Because there is a God who can work for you. ആ ദൈവത്തെ അറിഞ്ഞു നീ ജീവിക്കുക. You have to know that God and live accordingly. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. And the Lord is showing him the things which are happening the year after. പരമപ്രധാനമായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവാണ്. And the most important thing is the coming of the Jesus Christ. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു കൂട്ടം ജനങ്ങളെ
ആ മഹൽ ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. And all these purposes and the ministries are in order to prepare the people for the coming of the Lord. ആ ലക്ഷ്യം വിശുദ്ധ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. And this aim is being revealed unto St. John. അതുകൊണ്ടാണ് ദൈവം അവനെ പത്മോസിലേക്ക് അയച്ചത്. And that's why he was sent unto the Isle of Patmos. നാം ചിന്തിക്കും ഡൊമീഷ്യനാണ് അയച്ചതെന്ന്. We may think it is Domitian who has sent him. അല്ല, പത്മോസിലേക്ക് അയച്ചതെന്റെ യേശുവാണ്. It was not Domitian but my Jesus who has sent him to the Isle of Patmos. അവിടുന്ന് വിശുദ്ധ യോഹന്നാനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. And from there St. John was delivered out. AD 96 In AD 96. ഈ മഹത് ഗ്രന്ഥത്തിന്റെ അവസാന പുസ്തകമായി വെളിപ്പാട് പുസ്തകം താൻ എഫേസോസിൽ വെച്ച് എഴുതിയേ. And this book, the final book of the great book, the book of Revelation was written in Ephesus. ഈ മുഴു ലോകത്തിന്റെ ചരിത്രങ്ങൾ മുഴുവൻ അതിലുണ്ട്. And the entire history of this entire world is included in this. ആസന്ന ഭാവിയിൽ മനുഷ്യനും ഭൂമിക്കും എന്തു സംഭവിക്കുമെന്ന് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. And it is exclaimed in detail about the things which will be happening in the near future. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്നുവരെ മനുഷ്യനെ ചതിക്കുന്ന ദുഷ്ട പിശാചിന്റെ അന്ത്യം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the vile enemy who is deceiving the people right from the beginning until this end is, and the end of him is mentioned in this book. അതൊന്നും സവിസ്തരമായി ദിവസങ്ങളിൽ പ്രസ്താവിക്കുവാൻ സമയമില്ല. We do not have the time to explain it in detail over here. ഈ തരുണത്തിൽ ദേശനിവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. We are inviting the people of this land this night. ഇവിടെ ഒരു വിശ്വാസ വീടുണ്ട്. There is a faith home over here. ഇവിടെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകരുണ്ട്. And there are the servants of the Lord who work 24/7. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ആഴമായ സത്യങ്ങളെ കൂടുതൽ ഗ്രഹിക്കണം. You should make a contact with them and you have to understand the deeper truths. ദേശനിവാസികളെ, all the dwellers of this land, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. there is a certain will and a purpose concerning you. ഈ തണ്ണിത്തോട് ദേശത്തെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. God has certain plans concerning this land of Tannithod. അതെല്ലാം നിങ്ങൾ ഗ്രഹിക്കണം. You have to understand it deeply. ഈ വിശ്വാസ വീട് ദേശത്തിന് വേണ്ടിയാണ്. This faith home is for this land. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. It is to pray for this land. ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരല്ല. We are not the people who convert into religion. ഞങ്ങൾ ജീവിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുക മാത്രം. We are introducing a God who loves us and who loves us. ആ ദൈവം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവമാണ്. He is the God who has created the heavens and the earth. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. He is the almighty God. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. He is the omniscient God. അവിടുന്ന് സർവവ്യാപിയായ ദൈവമാണ്. And he is the omnipresent God. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഈ രാത്രിയിലൂടെ ഉയർത്തുകയാണ്. Even tonight we are exalting the great name of Jesus Christ. അവിടുത്തെ ആലോചനകളാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നത്. And we are proclaiming his counsels unto you. ചെവി ചായ്ച്ചു കേൾക്കുവേ. Tune your ears and hearken unto it. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. These days the Lord is speaking unto us. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും about the appearance of the coming of the Lord. സഭയെ കുറിച്ചും and about the church. സഭയുടെ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സവിസ്തരം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. And also about the experience of the church, it is explained in detail in the 12th chapter of the book of Revelation. പത്മോസിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ യോഹന്നാൻ അപ്പോസ്തലൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, when St. John was worshipping in the spirit in the Isle of Patmos, അവൻ ആത്മവിവശതയിൽ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. in the trance experience he is seeing visions. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വേദവാക്യങ്ങൾ വീണ്ടും വായിക്കാം. And the 12th chapter it begins likewise. Let us read. സ്വർഗ്ഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. സ്വർഗ്ഗത്തിൽ വലിയ ഒരു അടയാളം കാണായി. And there was a great sign in heaven. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. And a woman who is clothed with the sun. ഈ ദിവസങ്ങളിൽ And these days ഈ സത്യങ്ങൾ എന്താണെന്ന് കർത്താവിൽ ശരണപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവജനത്തിന് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. Surrendering unto the Holy Ghost and with the counsel of the Holy Ghost, we would like to reveal the deeper truths concerning this. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് അനേക പുസ്തകങ്ങൾ ലോകത്തിൽ നമുക്ക് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വാങ്ങിക്കുവാൻ കിട്ടും. There are many explanatory books concerning the book of Revelation in this world. മനുഷ്യന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ കഴിവ് കൊണ്ടൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ് പലതും. All these books are being explained in the human perception and according to the human wisdom. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത്, especially the 12th chapter of the book of Revelation, ക്രൈസ്തവ സമൂഹത്തിൽ വളരെ ചിന്താക്കുഴപ്പമുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. it is a book which creates a lot of confusion in the Christian denomination. അതിനെക്കുറിച്ച് ലോകപരമായ അറിവുകളൊന്നും ഈ രാത്രികാലം പ്രസ്താവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We don't want to explain about the worldly perceptions of this view. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ, but the Holy Spirit inspired scriptures, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, and the mystery which is was not
revealed under the ages. തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് സഭയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. It was revealed to the church through the apostles. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ And the mystery which was revealed to our forefathers. ആത്മീക സത്യമാണ് നിങ്ങളോട് പറയുന്നത്. These are the spiritual truths and deeper ഇവിടെ truths. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് വായിക്കുന്നു. Here we read about a woman who is clothed with the sun. ഈ ദിവസങ്ങളിൽ തുടർച്ചയായ ചിന്തകളാണ് സുവിശേഷ സത്യത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. And with this gospel meeting we are trying to meditate upon these things in these continuous days. നിശ്ചയമായും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലൂടെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ And the gospel meeting, the message concerning in the initial verses of this 12th chapter, നമ്മുടെ അനേക ആത്മീക സംശയങ്ങൾക്ക് നിവാരണം ദൈവം ചെയ്തു തരും. it would clear out the doubts of various spiritual things in our life. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ വായിക്കുന്നു. We read about a woman who is clothed with the sun. അവരുടെ കാൽ കീഴിലുള്ള ചന്ദ്രനെ കുറിച്ച് അവിടെ വായിക്കുന്നു. And we read about the moon which is under her feet. അവളുടെ തലയിലെ 12 നക്ഷത്രങ്ങളെ കുറിച്ച് അവിടെ വായിക്കുന്നു. And we read about the crown of 12 stars upon her head. ഒരു മഹാസർപ്പത്തെ അവിടെ കാണിക്കുന്നു. And we see a great red dragon over here. മാത്രമല്ല, And not only that, ആ സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നു. it is also explained about her delivering a child over there. എന്താണ് ഈ സത്യങ്ങൾ? What are the truths over there? ആരാണ് ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ? Who is this woman who is clothed with the അവിടെ sun? കാൽ കീഴിലുള്ള ചന്ദ്രന്റെ അർത്ഥം എന്താണ്? What is the meaning of the moon under his feet? എന്താണ് അവിടെ തലയിലുള്ള 12 നക്ഷത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്? What does the 12 stars reveal which is upon her head? ഏതാണ് ഈ മഹാസർപ്പം? Who is this great red dragon? ഈ സ്ത്രീ വേദനപ്പെട്ട് ജന്മം കൊടുത്ത ഈ കുട്ടി ആരാണ്? Who is this child who has been travailed and delivered in pain? ഈ ദിവസങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. These days we shall meditate upon it. സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ, When we say about the woman who is clothed with the sun, തിരുവെഴുത്തുകളിൽ നാം പഠിക്കുമ്പോൾ, when we examine the scriptures, ഈ ലോകപരമായ 1-2 അറിവുകൾ ഞാൻ പറഞ്ഞു തരാം. I will mention a few things of this worldly perception. ഈ വേദഭാഗങ്ങളെ കുറിച്ച് About this scripture portion, ക്രൈസ്തവ സമൂഹത്തിൽ വളരെ ആശയക്കുഴപ്പങ്ങളുണ്ട്. there is a great confusion in the Christian realm. ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രായേലാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. There is a group of people who teach that this woman is Israel. അല്ല, ഈ സ്ത്രീ യേശുക്രിസ്തുവിന്റെ മാതാവായ മറിയയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. There are some others who teach that this woman is the mother of Jesus, Mary. എങ്കിലും അതുപോലും കൃത്യമായി തെളിയിക്കുവാൻ കഴിയാതെ അവരും ആശയക്കുഴപ്പത്തിലാണ്. Even then they teach that they are not able to fully validate the statement over there. എന്നാൽ ഒരു സത്യം നാം പഠിക്കണം. But we have to understand one truth. ഇതൊരിക്കലും യേശുക്രിസ്തുവല്ല. This is not Jesus Christ. ഇതൊരിക്കലും ഇസ്രായേലല്ല. This is not Israel. കാരണം ഇത് മേലാൽ സംഭവിക്കാനുള്ള കാര്യമാണ്. Because these are the things which have to happen hereafter. യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ്. It has happened after the birth and the death and the resurrection of Christ അതുകൊണ്ട് Jesus. ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച കുട്ടി യേശുക്രിസ്തുവല്ല. Therefore this woman, this child which has been born from this woman is not Jesus Christ. ആ സ്ത്രീ യേശുക്രിസ്തുവിന്റെ മാതാവായ മറിയുമല്ല. And this woman is not the mother of Jesus, Mary either. ഇതൊന്നും സവിസ്തരം പ്രസ്താവിക്കുവാനുള്ള സമയം പോരാ. We do not have the time to explain it in detail. എന്നാൽ ഈ സ്ത്രീ ഏതാണ്? Then who is this woman? ഇവൾ സൂര്യനെ അണിഞ്ഞതായി തിരുവെഴുത്തിൽ വായിക്കുന്നു. It is mentioned in the scriptures that she has been clothed with the sun. മലാക്കി പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we come to Malachi chapter 4 and verse 2, ആ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, എന്റെ നാമത്തിൽ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. മതി. and but unto those that fear my name shall the Son of Righteousness arise with healing in his wings. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. Here it is mentioned about Christ Jesus through the Spirit of the ഓ, Lord. നീതി സൂര്യൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. Jesus Christ is referred as the Son of Righteousness over there. അങ്ങനെയെങ്കിൽ If it's so, ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഏതാണ്? then who is this woman who is clothed in the sun? 84-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുമ്പോൾ, When we read Psalms 84 and verse അവിടെ 11, യഹോവയായ ദൈവത്തെ സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു. there the Lord God is compared to the sun. 84-ാം സങ്കീർത്തനം 11-ാം വാക്യം. Psalms 84 and verse 11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. ഇതൊരു ആലങ്കാരികമായ ഒരു പ്രസ്താവനയാണ്. This is a metaphorical or literal comparison. ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് And all these reveal, നീതി സൂര്യനായ ദൈവത്തെയാണ്. it is revealing the Son of Righteousness. ഓ, പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. It is revealing the Son Jesus Christ. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ ആരാണ്? Then who is this woman? ദൈവത്തിന്റെ നീതിയെ പ്രാപിച്ച, It is the one who has received the righteousness of the Lord. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും സൃഷ്ടിച്ചു.
സൃഷ്ടിച്ചു. The man who was created like unto his image and like unto his glory and like unto his like image. ആ മനുഷ്യൻ ദുഷ്ടനായ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് വഞ്ചിതനായി പാപം ചെയ്ത് ദൈവസന്നിധി വിട്ട് തള്ളപ്പെട്ടു. And this man was tried by Satan and he was deceived by the devil and was cast into the sin. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെടുത്തി. And he has lost the image and the likeness of God. ദൈവത്തിന്റെ തേജസ് അവൻ നഷ്ടപ്പെടുത്തി. He lost the glory of God. ആ തേജസ് ദൈവത്തിന്റെ ജനത്തിന് മടക്കി കൊടുക്കണം. In order to restore the glory back unto the people. അത് ദൈവത്തിന്റെ തേജസ്സാണ്. It was the glory of God. അത് ദൈവത്തിന്റെ സാദൃശ്യമാണ്. It was the likeness unto God. തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ When we examine the scriptures, 2 തെസ്സലോനിക്കർ 2-14 നമുക്കൊന്ന് വായിക്കാം. let us read 2 Thessalonians chapter 2 and verse 14. 2 തെസ്സലോനിക്കർ 2:14. 2 Thessalonians chapter 2 and verse 14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. He has called you by our gospel to the obtaining of the glory of Lord Jesus Christ. എന്തിനാണ് രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്? Why are we preaching to be saved, to be saved? നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ നീതിയുണ്ട്. There is a glory which you have lost. അത് വിശ്വാസത്താൽ നീ നേടണം. By faith you have to obtain it. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ മഹത്വവും നീ നേടണം. The glory and the righteousness of the Lord which you have lost, you have to restore it. ഏത് സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? Like unto what image and like unto what likeness has the man been created? സാദൃശ്യവും സ്വരൂപവും മനുഷ്യൻ നഷ്ടപ്പെട്ടു. The man has lost the likeness and image. എന്നാൽ സുവിശേഷത്തിലൂടെ, but by the gospel, യേശു ക്രിസ്തുവിന്റെ മഹത്വം, the glory of our Lord Jesus Christ, നീതി സൂര്യന്റെ മഹത്വം, the glory of the Son of righteousness, സൂര്യനും പരിചയമായ യേശുവിന്റെ മഹത്വം, the glory of the Son and the shield, ദൈവത്തിന്റെ സഭ അണിയണം. we the church has to adorn it. വിശ്വാസത്താൽ റോമാലേഖനം 5-1 എന്ന് വായിക്കാം. Romans chapter 5 and verse 1 shall we read. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. We are being justified by the faith. റോമാലേഖനം 3-23 കൂടെ വായിക്കാം. റോമാലേഖനം 3:23. Romans chapter 3 and verse 23. ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവതേജസ് നഷ്ടപ്പെടുത്തി. There is no difference, for all have sinned and come short of the glory of God. ഈ ലോകത്തിലെ മനുഷ്യനെ നോക്കുമ്പോൾ, if we look into the humanity and the human race of this world, ഇതെല്ലാം ഒരുവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. all these were created from one man. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ല. There is no divisions of language or caste. ലോകത്തിലുള്ള സകല മനുഷ്യരും ആദാമ്യ സന്തതിയാണ്. all the human race is born out of Adam. അവർ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. and they lost the glory of God. പാപം ചെയ്ത് ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തി. they have committed sin and they lost the image of God. തേജസ് നഷ്ടപ്പെട്ട് പാപജഡത്തിന്റെ സാദൃശ്യത്തിലായി. they have lost the glory of God and become like unto the flesh of sin. നീതിസൂര്യനായ യേശു ലോകത്തിൽ വന്നു. but the Son of righteousness came unto this world. അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം ലോകത്തിൽ പ്രസ്താവിക്കപ്പെട്ടു. and his unchanging gospel has been proclaimed in this world. വിശുദ്ധ പൗലോസ് പറയുന്നു, St. Paul is saying, ആ സുവിശേഷത്തിലൂടെ through that gospel, ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം ദൈവജനത്തിന് കിട്ടും. they shall obtain the glory of our Lord Jesus Christ. ഈ ലോകത്തിൽ in this world, കർത്താവിനെ അംഗീകരിച്ച those who have accepted Jesus Christ, അവന്റെ നീതിയെ വിശ്വാസത്താൽ നേടി, they have been justified by the faith. സുവിശേഷത്തിലൂടെ, through the gospel, ഏതൻ പർദീസിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ്സും ദൈവമഹത്വവും, the glory and the honor which they have lost in the paradise of Eden, അവൻ പ്രാപിക്കുമ്പോൾ, when they are restored, അവൻ സൂര്യനെ അണിഞ്ഞത് ആ സ്ത്രീക്ക് സമാനമായി മാറ്റപ്പെടുകയാണ്. they become like unto the woman who is clothed with the sun. യേശു ക്രിസ്തുവിനെ ധരിച്ചവർ, they have clothed with the Jesus Christ. ദൈവത്തിന്റെ നീതിയെ ധരിച്ചവർ, those who have been clothed with the righteousness, യേശുവിന്റെ തേജസ്സിനെ അണിഞ്ഞവർ, those who have been adorned with the glory of Jesus Christ, സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം നേടിയവർ, those who have been glorified through the gospel. വിശുദ്ധ യോഹന്നാൻ കാണുമ്പോൾ, St. John is seeing, സൂര്യനെ അണിഞ്ഞതായി കാണുകയാണ്. he is seeing as a woman who is clothed with the sun. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ പറയുന്നു, therefore through the Spirit of the Lord we are saying, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, this woman who is clothed with the sun, ഇസ്രായേൽ ജനതയല്ല. it is not the nation of Israel. അത് കർത്താവിന്റെ മാതാവായ മറിയല്ല. it is not the mother of Jesus Mary. അത് ശക്തിയുക്ത ആത്മാ
പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പറയുന്നു, And with the power of the Spirit of the Lord we are proclaiming, ഇത് ബുദ്ധിയുടെ ഉപദേശമല്ല, this is not the wisdom of a man. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. It is the mystery which was not unveiled unto the ages. ഇത് നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തു. But by the Spirit of the Lord it was being delivered to our forefathers. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയെ അണിഞ്ഞവർ, Therefore those who have been adorned by the righteousness of God, സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ നേടിയ if you are obtaining the glory of Jesus Christ through the gospel, ദൈവസഭയാണ് ആ സ്ത്രീ. it is the woman or it is the church. അതേ ദൈവജനമേ, ദൈവത്തിന്റെ സഭയെ വെളിപ്പെടുത്തുകയാണ്. This woman reveals the church, dear children of God. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, Jesus Christ said, ഞാൻ എന്റെ സഭയെ പണിയും. I shall build my church. സഭ, യേശുക്രിസ്തു പണിയുന്ന സഭ. The church which Jesus Christ builds. ഇത് അനേക വ്യക്തികളുടെ പേരിൽ പല സഭകളുണ്ട്. Today there are various churches in the name of various people. സഭകളെന്ന് പറയാൻ പറ്റത്തില്ല. You cannot say them as churches. അത് കേവലം സംഘടനകളാണ്. They are just organizations. കാരണം ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നടത്തപ്പെടുന്നത്. Because the church of God is being led by the Holy Ghost. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. There is one and only one God. ഒരേ ഒരു കർത്താവേ ഉള്ളൂ. There is one and only one Lord. ആ കർത്താവ് സഭയുടെ തലയാണ്. And that Lord Jesus Christ is the head of the church. ആ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. And the church is the body of the Lord Jesus Christ, who is the head of the church. ഈ തണ്ണിത്തോടിൽ In this land of Tannithod, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ വെളിപ്പെടുത്തുകയാണ്. we are revealing a woman who is clothed with the sun. ദൈവത്തിന്റെ നീതി അണിഞ്ഞവർ, Those who have been adorned with the righteousness of God. സത്യത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ, Those who live according to the truth revealed. സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം നേടിയവർ, Those who have obtained the glory of Jesus Christ through the gospel. ദൈവത്തിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. And they are showing forth and reflecting the glory like unto the glass. ദൈവജനമേ, Dear children of God, വേല ഇവിടെ ആരംഭിച്ചത് കൊണ്ട് കാര്യമില്ല. the ministry has been started, but it's not of use. മാതൃകയുള്ളവരായി ജീവിച്ചോണം. You have to live an exemplary life. നമ്മെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണം. Those who hear us should hear Jesus Christ. നമ്മെ കാണുന്നവർ യേശുവിനെ കാണണം. Those who see us should see Jesus Christ. നമ്മുടെ വിശ്വാസ ജീവിതം കണ്ട് അനേകർ ഓടി വരണം. Seeing our walks of faith, many should come and run into faith. നമ്മോടുകൂടെ ദൈവമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടണം. The world should understand there is a God with us. ഈ തണ്ണിത്തോടുള്ള ദേശനിവാസികൾ പറയണം, The people of this land of Tannithod should say, ഈ ആരാധനാലയത്തിൽ എന്ത് ദൈവത്തിന്റെ തേജസ്സാണ്. how great is the glory of the Lord in this temple or in the house of the Lord. ഈ വിശ്വാസ ഭവനത്തിന് പ്രാർത്ഥനകൾ ഉയരുമ്പോൾ, When the prayers, when it is being lifted up in this house of God, ദൈവത്തിന്റെ ജനം ആത്മാവിൽ ആരാധിക്കുമ്പോൾ, when the children of God worship in the Spirit, ഈ ദേശത്ത് ദൈവത്തിന്റെ തേജസ് ഉറങ്ങും. the glory of the Lord shall descend upon this land, ദേശത്തുള്ളവർ വിടുവിക്കപ്പെടും. and the people of the land shall be delivered. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, The woman who is clothed with the അത് sun, ദൈവത്തിന്റെ സഭയാണ്. it is the church of God. ഒരു കാലത്ത് തേജസ് നഷ്ടപ്പെടുത്തിയവർ, Ones who have lost the glory of God, ദൈവത്തിന്റെ നീതിയിൽ നിന്ന് അകന്നുപോയവർ, those who ran away from the righteousness of God, വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ നീതിയെ പ്രാപിച്ചവർ, they have been justified by the faith through Jesus Christ. സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം നേടിയവർ, They have obtained the glory of Jesus Christ through the gospel. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയായി യോഹന്നാൻ കാണുകയാണ്. St. John is seeing them as a woman who is clothed with the sun. അത് ദൈവസഭയ്ക്ക് നിഴലാണ്. It is a shadow to the church of God. സഭ എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ല. Church is not a building, എന്നാൽ ഒരു കെട്ടിടത്തോട് സഭയെ ഉപമിച്ചിട്ടുണ്ട്. but it is made like unto the building also. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, The man who has been made unto his likeness and image, തേജസ്സെല്ലാം നഷ്ടപ്പെടുത്തിയവർ, the ones who have lost the glory of God, വീണ്ടും ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച, they are being restored with the glory of the Lord. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ, When they are obeying the laws and the commandments of the Lord, തേജസ് പ്രാപിക്കുകയാണ്. they are going from glory to glory. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധി പ്രാപിക്കുകയാണ്. They are attaining holiness to holiness. വിശ്വാസത്തിലേക്ക് വളരുകയാണ്. They are growing from faith to faith. അതേ, നാം ഭാഗ്യവാന്മാരാണ്. Yes, we are the blessed and the privileged ഈ people. ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, Dear children of God, സഭ എന്ന് പറയുന്നത്, when we say about the church, സഭയ്ക്ക് അനേക അനുഭവങ്ങളുണ്ട്. there are various experiences of the church. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, This woman who is clothed with the sun, അതൊരു കെട്ടിടമല്ല. it is not a building. അതൊരു കൂട്ടം ദൈവജനത്തെ ദൈവസഭയെ വെളിപ്പെടുത്തുകയാണ്. It is revealing a church or a group of children of God. സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about the church, ആദ്യ നൂറ്റാണ്ടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകണം. we have to bring our concentration to the first century. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് 2000 years before, ലോകരക്ഷിതാവ് യേശു
യേശുക്രിസ്തു നശ്വരമായ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്തു. Savior of the Lord, Savior of the world, manifested in the flesh in this world. മാനവരാശിയുടെ കൊടും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാൽ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. And he was offered as a sacrifice for the entire human race to be delivered from sin. റോമൻ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. And he was buried in the Roman sepulchre. എന്നാൽ മൂന്നാം ദിവസം But on the third day, മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചിട്ട് by breaking all the bindings of death, നമ്മുടെ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. God raised Jesus from the dead. നമ്മുടെ യേശു മരിച്ചവനല്ല, Our Jesus is not dead anymore. അവിടുന്ന് സഭയുടെ കാന്തനാണ്. He is the groom of the church. അവിടുന്ന് ഇപ്പോഴും നിലവിളക്കിടുന്നതിന് ഉലാവിക്കൊണ്ടിരിക്കുന്നു. And he is walking even today in the midst of the candlesticks. അവിടുത്തെ മകനീയമായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. Even his glorious presence is there in our midst. അവൻ മരണത്തെ ജയിച്ച് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. He was resurrected from the dead and the Lord has raised him up. ജീവനോടെ ഇരിക്കുന്നു എന്ന് 40 ദിവസം തന്നെ ശിഷ്യന്മാർക്ക് ലോകത്തിൽ വെളിപ്പെടുത്തി. After he was resurrected, he was manifested himself for 40 days to his believers. 40-ാം ദിവസം ഒലിവുമലയിൽ നിന്ന് താൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. And on the 40th day from the Mount Olive, he ascended into the heavens. സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് After the ascension of Christ Jesus, തന്റെ ശിഷ്യന്മാരോട് ചില പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞു. he appointed certain things unto his disciples. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. You shall not leave Jerusalem, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. but wait for the promise which you have heard from the Lord. പാവപ്പെട്ട ജനങ്ങൾ ഈ വാഗ്ദത്തം എന്താണെന്ന് അറിയാതെ കാത്തിരുന്നു. These poor fellows did not know about the promise of God. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to Acts of Apostles chapter 2, പാവപ്പെട്ട ഏകദേശം 120 പേര് ക്രിസ്തു ഭക്തന്മാർ കാത്തിരിക്കുകയാണ് മർക്കോസിന്റെ മാളികമുറിയിൽ. these Christ obedient followers of 120 of them are gathering in the upper room of Mark. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ On the day of Pentecost, ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിടെ മേൽ അധിവസിച്ചു. the Holy Spirit descended as power upon them. ദൈവസഭ ഭൂമിയിൽ സ്ഥാപിതമായി. And the church of God was established over there. വാത്സല്യ ദൈവജനമേ, Dear children of God, ദേശനിവാസികളെ, all the dwellers of this land, ഏതാണ് ക്രൈസ്തവ സഭ? which is the true Christian denomination? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? What is the word of the Lord saying? തിരുവെഴുത്തുകളിലേക്ക് നോക്കിയാലും If you look into the scriptures, പാരമ്പര്യങ്ങളിലേക്കല്ല നാം നോക്കേണ്ടത്. not looking into the traditions, മാനുഷിക ചട്ടങ്ങളിലേക്കല്ല നോക്കേണ്ടത്. not looking into the human ordinances, ആകാശവും ഭൂമിയും മാറിയാലും even if the heaven and the earth pass away, മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനമുണ്ട്. there is a word of God which is unchanged. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? What is the word of God saying? അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തിയോടെ ഇറങ്ങി The Holy Spirit descended with power upon them, 120 മേൽ പതിഞ്ഞു. and it came upon the 120 upon them, ഒരു കൊടിയ കാറ്റ് പോലെ, and as a great wind, സ്വർഗീയ അഗ്നി പോലെ and like the heavenly fire, അവർ ഇരുന്നിരുന്ന ഇടം മുഴുവൻ നിറച്ചു. it filled the entire place. അവർ ആത്മാവിൽ ആരാധിച്ചു. They started worshipping in the Spirit, അവർ ആത്മാവിൽ പ്രവചിച്ചു. and they started prophesying in the Spirit. അന്ന് And that day, ഒരു കൂട്ടം ജനങ്ങൾ അവരെ പരിഹസിച്ചു പോലും. there was a group of people who were mocking them. ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണ്. They are being drunk with wine. ഇത് കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പൂർണ്ണനായ വിശുദ്ധ പത്രോസ് എഴുന്നേറ്റു നിന്നു. And Saint Peter, who was filled with the Spirit, stood up അവരോട് പറഞ്ഞു, and spoke unto them, സഹോദരന്മാരെ, Dear brethren, ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവരല്ല. we are not drunken. ഇത് യോവേൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. It is the fulfillment of the prophecy of Joel. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ആത്മാവിനെ പകരും. In the end time shall I pour upon Spirit upon all flesh. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കൂ. And your sons and your daughters shall prophesy. നമ്മുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. And your young men shall see visions. ദൈവജനമേ, Dear children of God, അതാണ് പെന്തക്കോസ്ത്. that is Pentecost. അവിടെയാണ് ദൈവസഭ ആരംഭിച്ചത്. That is where the church of God was established. ഈ അനുഭവങ്ങളൊക്കെ കണ്ടപ്പോൾ, When they saw these experiences, ഈ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ, when they heard about these experiences, ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. there were thousands of people gathered over there. ഇവർ ഈ അനുഭവങ്ങളെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു. They were amazed to seeing these experiences. പലരും പലതും പറഞ്ഞു. Many said many things over there. ഇതെല്ലാം കണ്ടപ്പോൾ When they saw all these things, ഇസ്രായേലിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി. the people of Israel were greatly troubled. അവർ അപ്പോസ്തലന്റെ അടുക്കൽ ഓടി വന്നു. They ran upon the apostle അവരോട് ചോദിച്ചു, and asked unto them, സഹോദരന്മാരായ പുരുഷന്മാരെ, men and brethren, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? what shall we do? ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് ആ ചോദ്യം നഷ്ടപ്പെട്ടു പോയി. Today the Christian world has lost that question. എന്താണ് ചെയ്യേണ്ടത് അറിയത്തില്ല. They do not know what they should do. എങ്ങോട്ടേക്കാണ് പോകുന്ന അറിയത്തില്ല. They do not know where they are going. ദൈവത്തിന്റെ വചനത്തെ പുറകിലെറിഞ്ഞവർ ഓടുകയാണ്. Casting away the words of the Lord, they are running further എന്തൊക്കെയോ നേടാമെന്നുള്ള വ്യാമോഹം അവർക്കുണ്ട്. with a great hope to attain something. എന്നാൽ തണ്ണിത്തോട് ദേശനിവാസികളെ, But the dwellers of Tannithod, ദൈവത്തിന്റെ വചനം നിങ്ങളോട് വിളിച്ചു പറയുന്നു, the Lord
Lord, the word of God is speaking unto you. ആദ്യ നൂറ്റാണ്ട് In the first century, ദൈവത്തിന്റെ സഭ the church of God, ആത്മപൂർണന്മാരുടെ സഭയായിരുന്നു. it was the spirit-filled church. അവരിലൂടെയാണ് സഭയെ ആരംഭിച്ചത്. And it was through them that the church was established. പരിശുദ്ധാത്മാഭിഷേകമില്ലാത്ത സഭ ക്രൈസ്തവ സഭയല്ല. A church which does not have the anointing of the Holy Spirit is not a church at all. അത് യേശു പണിയുന്ന സഭയല്ല. It is not a church which Christ is building. ഇവിടെ ഇതാ 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു The Jesus which ascended on the 40th day, 50-ാം ദിവസം പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. on the 50th day he took on the promise of the Lord and sent his യേശു പറഞ്ഞു, people. ഞാൻ എന്റെ സഭയെ പണിയൂ. And Jesus says that I shall build the church. അവിടുന്ന് ആ പ്രവൃത്തി ആരംഭിച്ചു. And he started that work over there. ആ കൂടപ്പെട്ട ജനങ്ങൾ പത്രോസിനോട് ചോദിച്ചു, ശേഷം അപ്പോസ്തലന്മാരോട് ചോദിച്ചു, And the people gathered over there asked unto the rest of the apostles, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? men and brethren, what shall we do? സൂര്യനെ അണിഞ്ഞ സ്ത്രീ അതിലൊരു അനുഭവമായി എങ്ങനെ നമുക്ക് മാറാം? How can we attain the experience of the woman who is clothed with the sun? എങ്ങനെ ദൈവത്തിന്റെ നീതിയെ പ്രാപിക്കാം? How can we attain the righteousness of God? എങ്ങനെ ദൈവസഭയുടെ അംഗമായി തീരാം? How can we be a member of the church? ഏതാണ് യഥാർത്ഥമായ സഭ? Which is the true church? ആരാണ് യഥാർത്ഥമായ ശുശ്രൂഷകർ? Who are the true servants of the Lord? ഏതാണ് യഥാർത്ഥമായ ഉപദേശം? Which is the right doctrine? ഈ ദിവസങ്ങൾ നമുക്കത് കേൾക്കാം. These days we shall hear about it. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോട് To those who ask what shall we do, വിശുദ്ധ പത്രോസ് ആത്മാവിൽ പറഞ്ഞു. Saint Peter is saying in the Spirit. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 37 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. Acts of Apostles chapter 2 and verse 38 onwards. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ഇത് ചോദിച്ചു. കേട്ടിട്ട് അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. And when they heard this, they were pricked in their heart. കുറച്ചു മുമ്പ് ഒരു സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. Just a few while before, a sister testified. താൻ യേശുവിനെ കുറിച്ച് അറിയുന്തോറും And more when she was knowing about Jesus, തന്റെ ഹൃദയത്തിൽ വലിയ കുറ്റബോധമുണ്ടായി. there was a great conviction within her heart. താൻ പറയുകയാണ്, ഞാൻ ആരാധിച്ചു ദൈവങ്ങളല്ലായിരുന്നു. She is saying what she has worshipped was not the true God. ഇവിടെ ആത്മപൂർണരായ വിശുദ്ധന്മാരെ കണ്ടപ്പോൾ When she saw the spirit-filled saints of the Lord, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. she was pricked in her heart. അവർ വേദനപ്പെട്ടു. She was prevailing. അവരതിന് പരിഹാരം തേടി. And she sought for the solution. ദൈവജനമേ, Dear children of God, നമുക്ക് ദൈവസ്ഥലിൽ പരിഹാരമുണ്ട്. there is a solution in the presence of the Lord. വിശുദ്ധ പത്രോസ് പറഞ്ഞു, Saint Peter is saying, നിങ്ങൾ മാനസാന്തരപ്പെടുവേ. ye shall repent നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുവേ. and receive the baptism of the waters നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവേ. and receive the gift of the Holy Ghost. ദൈവജനമേ, Dear children of God, ദേശനിവാസികളെ, all the people of this land, ഇത് പെന്തക്കോസ്ത് ഉപദേശമല്ല. this is not the doctrine of Pentecost. ഇത് തിരുവചന സത്യമാണ്. This is the truth of the doctrine. ഇന്ന് രാത്രികാലം This night time, കർത്താവ് പറയുന്നു, the Lord is saying, ഞാൻ എന്റെ സഭയെ പണിയൂ. I shall build my church. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Let everyone close their ശിഷ്ടമുള്ള eyes. സത്യങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷെ നാളെ മുതൽ നമുക്ക് ശ്രമിക്കാം. If the Lord permits, we shall hear about the deeper truths ദൈവം ചെയ്ത് later. കൂടി വരുവാൻ ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. Do not count this meeting as vain, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. because the presence of the Lord is there in our എല്ലാവരും midst. ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. Let every man close your eyes. ഒരു അല്പസമയം പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്താട്ടെ. For a little while, let us give room for the Holy നിന്റെ Ghost. പത്മോസിന്റെ അനുഭവങ്ങളെല്ലാം മാറട്ടെ. Let all the experiences of Patmos be നിന്റെ transformed. പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നാട്ടെ. Repenting from your sins, let us come to the experience of യേശു repentance. വരാറായി. Because Jesus is coming soon. വിശ്വാസ സ്നാനം സത്യമാണ്. The waters of baptism is a true doctrine. അത് ദൈവത്തിന്റെ നീതിയാണ്. It is the righteousness of God. പരിശുദ്ധാത്മാഭിഷേകം അത്യന്താപേക്ഷിതമാണ്. And the anointing of the Holy Ghost is essential. അത് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. And it is the power which can subdue everything. ഇന്ന് രാത്രികാലം Tonight time, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, by the power of the Holy Ghost, സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി by the power which can subdue നമ്മുടെ മധ്യത്തിൽ everything, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. it is working in our അത് midst. നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ. Let it descend in your life. ഇന്ന് രാത്രികാലം പാപത്തിന് മാത്രമല്ല, Not only from the sin this night നിന്റെ time, രോഗത്തെയും നീക്കുവാൻ, in order to deliver from your നിന്റെ sickness, ശാപത്തെ മാറ്റുവാൻ in order to remove the curses, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. the Holy Ghost is able. നമ്മുടെ മധ്യത്തിൽ ഒരു വെളിച്ചമുണ്ട്. There is a light in our midst. നമ്മുടെ മധ്യത്തിൽ ഒരു തേജസ്സുണ്ട്. There is a glory shining in our midst. കണ്ണുകളെ അടച്ചാട്ടെ. Let us all shut our ദൈവ eyes. തേജസ്സാൽ നിറയപ്പെടാം. Let us be filled with the glory of Jesus. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. Those who have been anointed by the Holy Ghost, let us be worshiping the ആത്മാവിൽ Lord. ഒരു മിനിറ്റ് നമുക്ക് ആരാധിക്കാം. Let us worship the Lord in the Spirit for a moment. ആരും മൗനമായിരിക്കരുത്. Let no man remain silent. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു,
അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുന്നു, ദൈവത്തിന്റെ ഉള്ളിലാകുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, എല്ലാവരും ഒരുപോലെ. അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ഓ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രികാലം നിന്റെ പാപത്തെ അവിടുന്ന് മാറ്റും, നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. ആത്മാവിൽ നിറയോ, ദൈവത്തെ ആരാധിക്കും. പോയാൽ ഒരു മിനിറ്റ് ലഭിച്ചാൽ നിനക്കൊരു വിടുതൽ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇത്ര നേരമായി നിങ്ങളുടെ മുട്ടൊക്കെ മടക്കി കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചു കൂടി ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം അതേ ആദ്യോളം നമ്മൾ അനുഭവിച്ചു. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ സന്തോഷം വേണം. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതായിരിക്കുന്ന രസകരമായ കാര്യങ്ങളൊന്നും ഈ രാത്രി നമ്മോട് ദൈവാത്മാവ് സംസാരിച്ച് കാണുകയില്ല. എങ്കിലും പത്മോസിന്റെ ആ ഏകാന്തതയിൽ ആത്മവിവശനായ വിശുദ്ധ യോഹന്നാന് കർത്താവ് വെളിപ്പെട്ട് അവന് മുമ്പിൽ വാതിലുകൾ തുറന്നു. അവന് അക്ഷരപ്രകാരവും ആത്മപ്രകാരവും വാതിലുകൾ തുറന്ന് അവനെ അവിടെ നിന്ന് വിടുവിച്ച ദൈവം അവനെ കൊണ്ട് മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. ലോകത്തിന് മുഴുവൻ തന്റെ വിശുദ്ധന്മാർ പ്രകാശങ്ങളായി മാറി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിവാൻ ദൈവം അവർക്ക് വരം കൊടുത്തു. ആ വിശുദ്ധന്മാർ എഴുതി വെച്ചതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഇത്ര മഹത്വമായിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ അന്ധകാരത്തെ നീക്കുവാൻ ഇന്നും നമ്മുടെ നടുവിലുണ്ട്. അവന്റെ തേജസ്സിനാൽ നമ്മുടെ അന്തരാത്മാവ് നിറയപ്പെടട്ടെ. ഒരു വലിയ ആശയത്തോടു കൂടിയുള്ള ഒരു പാട്ടാണ് വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറി. എന്ത് അന്ധകാരമാണ്? അതേ പാപത്തിന്റെ അന്ധകാരം. ചതിവും വഞ്ചനയും നിറഞ്ഞ ദുഷ്ടലോകത്തിൽ മനുഷ്യനാരെയെല്ലാം വഞ്ചിക്കുന്നു. നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾ സ്നാനപ്പെട്ടാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരുപാട് വഞ്ചകന്മാർ ലോകത്തിലുണ്ട്. ഏറെക്കുറെ 11,000-ത്തിലധികം കള്ളക്രിസ്തുക്കൾ ലോകത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചു. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളല്ല ആവശ്യം, നിത്യതയാണ്, നിത്യജീവനാണ്. അതിന് നമ്മുടെ അന്തരാത്മാവിൽ ഒരു വെളിച്ചം, സുവിശേഷത്തിന്റെ വെളിച്ചം, ദൈവപ്രതിമയാക ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങളിൽ നമ്മോട് ദൈവം ഇടപെടണം. ദൈവത്തിന്റെ ആത്മാവിലെവരെയും ബലപ്പെടുത്തണം. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, വെളിച്ചങ്ങൾ വീശുന്നു,
വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സർവശക്തിയുള്ള കർത്താവ്, തേജോമയനായ ദൈവം വാനസേനകളുമായി നമ്മുടെ മധ്യ വന്ന് നമ്മുടെ ഈ സുവിശേഷ മീറ്റിംഗിന്റെ പ്രഥമ രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പകലത്തെ സഭാരാധനയ്ക്ക് ശേഷം ഒരു ജാഥായി നടത്തി. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളെങ്കിലും നാളെ അഡ്ജസ്റ്റ് ചെയ്തോളും. ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ നല്ല വചനം ഈ രാത്രി നമ്മെ അറിയിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് നല്ല ഒരു അടിത്തറ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയാക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കണതിനായി സ്തോത്രം ചെയ്യാം. നിത്യമഹത്വത്തിനായി നമ്മയെല്ലാം ഒരുക്കണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യാം. പിതാപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് വേഗം വരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം.